നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ സംസാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമയിൽ ചില ഭാഗ്യ ലൊക്കേഷനുകളുണ്ട്. അതായത് ഒരു സിനിമയുടെ ഒരു കുറച്ച് ഭാഗം അവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ സിനിമ വിജയമായി തീരുമെന്നൊക്കെ വിശ്വസിക്കുന്ന ചില ലൊക്കേഷൻസ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു നടനുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഏറ്റവും സൂപ്പർ ഹിറ്റായ 4 സിനിമകളിൽ അഭിനയിച്ചു. അതായത് സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അദ്ദേഹത്തെ അഭിനയിപ്പിച്ചാൽ സൂപ്പർ ഹിറ്റ് ആകും എന്ന് തോന്നുന്നു. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിനിമകളുടെ പേര് ഒന്ന് നരിവേട്ട, ഓഫീസർ ഓൺ ഡ്യൂട്ടി, മൂൺ വാക്ക്, പിന്നെ ഒന്നുകൊണ്ടല്ലോ രേഖാചിത്രം. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകാന്ത് മുരളി. അപ്പം ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ കൂടിയാണ്. അതായത് എബി എന്ന മനോഹരമായ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിനുമുമ്പ് ധാരാളം പരസ്യചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു കഥകളി നടനാണ്. അങ്ങനെ വിവിധ മേഖലകളുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ഇന്നലെയും കൂടി ഒരു സംവിധായകൻ നമ്മുടെ ഷാഹി കബീറിനോട് പറഞ്ഞതേ ഉള്ളൂ, ഈ എല്ലാവരും അഭിനയിക്കുക, നിങ്ങളെന്താ അഭിനയിക്കാത്തതെന്ന് ചോദിച്ചു. സംവിധായകരെല്ലാം അഭിനയിക്കുകയാണല്ലോ. നരിവേട്ടൽ അഭിനയിച്ചല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇത്ര എളുപ്പമായതുകൊണ്ടാണോ, ഈ അഭിനയം എളുപ്പമായതുകൊണ്ടാണോ എല്ലാവരും സംവിധാനം വിട്ടതിലേക്ക് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. കാരണം നമ്മുടെ ഇപ്പോൾ ലാൽ ജോസ് തൊട്ട് എല്ലാവരും അഭിനയിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് നഷ്ടമായിട്ടില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഒരു 7 വർഷത്തെ ഗ്യാപ്പൊക്കെ വന്നിരിക്കുകയാണ് സംവിധാന രംഗത്ത് ശ്രീകാന്ത് മുരളിയുടെ കാര്യത്തിൽ. മറ്റൊരു കാര്യമുള്ളത്, ശ്രീകാന്ത് മുരളിയുടെ ഭാര്യ ഒരു മികച്ച ഗായികയാണ്. ശ്രീകാന്ത് എന്നാണ്, സംഗീത പ്രഭു എന്നായിരുന്നു പഴയ പേര് അല്ലേ. അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്തായാലും വളരെ രസകരമായ ഒരു ജീവിത ചരിത്രമാണ് ശ്രീകാന്തിൻ്റെ. നമ്മളൊക്കെ ഈ എന്താ പറയുക, ഒരു പരിചയപ്പെടാനൊക്കെ മടിച്ചു നിൽക്കുന്ന KG ജോർജിനെ പോലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചലച്ചിത്രകാരന് ഒരു കത്ത് അയക്കുന്ന ഒരു 16 വയസ്സുകാരൻ, എനിക്ക് താങ്കളുടെ അസിസ്റ്റൻ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമക്കാർ ഫോൺ പോലും എടുക്കില്ലെന്ന്. പക്ഷേ അദ്ദേഹം മറുപടി അയച്ചു അല്ലേ. മറുപടി അയച്ചു എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തെ പോയി അസിസ്റ്റ് ചെയ്തു അല്ലേ. ഈ 16 വയസ്സെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പ്ലസ് ടുവിന് പഠിക്കുന്നു. 16 കഴിഞ്ഞ് 17 വയസ്സിലേക്ക് എത്തി. 17 വയസ്സ് ആയില്ല ആ സമയത്താണ് ഞാൻ. അപ്പം എന്താ സിനിമ അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു? എന്താണ് ഉണ്ടായിരുന്നു? എന്താകണമെന്നായിരുന്നു? സിനിമയിൽ അഭിനയിക്കണമെന്നാണോ, സംവിധാനമാണോ? സിനിമയിലെ സാങ്കേതിക വശം മനസ്സിലാക്കലാണ് പ്രധാനപ്പെട്ട ആഗ്രഹം. അതായിരുന്നു ആഗ്രഹം, ഇപ്പോഴും ആഗ്രഹം തന്നെയാണ്. എങ്കിലും ഒരു 16 വയസ്സുകാരനെ സംബന്ധിച്ച് ആ സമയത്ത് IV ശശിയൊക്കെയാണ് മനസ്സിൽ വരേണ്ട ഒരു സംവിധായകൻ. KG ജോർജ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എബോവ് ആയിരുന്നല്ലോ. അപ്പം ആ ടൈപ്പ് സിനിമകളൊക്കെ ആയിരുന്നു അന്നേ കണ്ടുകൊണ്ടിരുന്നത്. അല്ല, ഞാൻ IV ശശി സാറിൻ്റെയും ഒക്കെ എല്ലാ സിനിമകളും, ശശികുമാർ സാറിൻ്റെയും പല പേരറിയാതെ പല സിനിമകളും കണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇന്നുള്ളതുപോലെ നമുക്ക് ആഴ്ചയിൽ സിനിമ കാണാൻ പറ്റുന്ന സാഹചര്യം ഒന്നുമില്ല. ഒരു സിനിമ കാണുക, പല പല സാഹചര്യങ്ങളുണ്ട്. വീട്ടിലെ സാഹചര്യമുണ്ട്, തിയേറ്ററുകൾ, റിലീസിങ് സെന്ററുകൾ എന്നുള്ള സങ്കല്പമൊന്നും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഒരു സിനിമ കണ്ടാൽ പിന്നെ ഒരു 3 മാസമൊക്കെയാണ് ഗ്യാപ്പ്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമ കണ്ടാൽ ആ സിനിമയാണ് പിന്നെ ഈ 3 മാസത്തേക്ക് ആ സിനിമയുടെ പല പല വേർഷൻസ് ആണ് കൂട്ടുകാരോടൊക്കെ പറയാം. ഒരു സിനിമ തന്നെ പിന്നീട് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചൈനീസ് സ്റ്റോറി ടെല്ലിംഗ് പോലെ വേറെ കഥയായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമകൾ വല്ലാതെ മനസ്സിൽ പതിഞ്ഞിരുന്നു. പിന്നെ ജോർജ് സാറിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകം മുഴുവൻ സംസാരിക്കുന്നത് ജോർജ് സാറിന്റെ ഒരു സിനിമയും ആദ്യത്തെ സിനിമ പോലെ ആയിരുന്നില്ല. അപ്പം സ്വപ്നാടനം എന്നുള്ള സിനിമ ഞാൻ കാണുന്നത് ഏലൂര്, എൻ്റെ അച്ഛൻ TCCയിൽ വാച്ച്മാൻ ആയിരുന്നു. ശരിക്കും സ്വദേശം ഇലഞ്ഞി, ആലപുരം എന്നാണ് ഗ്രാമത്തിന്റെ പേര്. എറണാകുളം ജില്ലയുടെ ബോർഡർ. ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് 40 കിലോമീറ്റർ. അപ്പൊ അന്ന് കുട്ടിക്കാലത്ത് അച്ഛൻ ഉദ്യോഗമണ്ഡലിലും കളമശ്ശേരി പ്രീതിയിലും പാതാളം ഗീതയിലും 1-2 വട്ടം മാത്രം എറണാകുളം കവിതയിലും സിനിമ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ നാട്ടില് അമ്മ വീട്ടിൽ പോയാൽ അവിടെ മണ്ണൂർ മോളിയും പെരുമ്പാവൂർ ഒരു തിയേറ്റർ ഉണ്ട്, മൂവാറ്റുപുഴ ലത, അങ്ങനെയുള്ള ചില തിയേറ്റർ, കോതമംഗലത്ത് ജവഹർ മാതാ. ഇതൊക്കെ ഓർത്തിരിക്കാൻ കാരണം തൃശ്ശൂർ രാഗം, രാംദാസ്, ഇതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കൊട്ടാരക്കരയിൽ ഒന്നുണ്ട് തിയേറ്ററിന്, കാറ്റത്തേക്കിൽ കൂടെ കണ്ടത് അവിടെയാണ്. അപ്പോൾ ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ ഓരോ സിനിമകളും കണ്ട ആ സിനിമ കണ്ട കാഴ്ച, ആ സിനിമ കാണാനുള്ള യാത്രയും തിരിച്ചു വരുന്നതൊക്കെ അനുഭവങ്ങളായിരുന്നു. അത് ഭയങ്കര രസമായിട്ടത് പിന്നീട് പലരോടും നമുക്കത് പറയാൻ പറ്റുന്ന, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്കിൽ പോലും KG ജോർജ് ആയിരുന്നോ മനസ്സിൽ? അപ്പൊ ഇതിലൊക്കെ ആ കൂട്ടത്തിൽ നമ്മൾ ജോർജ് സാറിന്റെ കഥ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും, പഞ്ചവടി പാലം കാണുമ്പോഴും, ആദ്യത്തെ സിനിമയെ സ്വപ്നാടനം കാണുമ്പോഴും, പിന്നീട് ലേഖയായിട്ട് പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് കാണുമ്പോഴും, ഇരകൾ കാണുമ്പോഴൊക്കെ ആ ഓരോന്നും മറ്റൊന്നിനോട് പുതിയ മേള കാണുമ്പോഴൊക്കെ നമ്മൾ ആ വ്യത്യാസം നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. എന്താണ് ഈ വ്യത്യാസം എന്ന് അന്ന് കൃത്യമായി പറയാൻ പറ്റിയിരുന്നില്ലെങ്കിലും ആ വ്യത്യാസമാണ് ജോർജ് സാറിലേക്ക് എത്താനുള്ള കാരണം. തീർച്ചയായിട്ടും അഡ്രസ്സൊക്കെ സംഘടിപ്പിച്ചൊക്കെ അതൊക്കെ ശരിക്കും അച്ചുവേട്ടന്റെ വീട് എന്നൊരു സിനിമ ഓർക്കുന്നുണ്ട്, 88 ഇറങ്ങിയ സിനിമ. അപ്പൊ ആ സിനിമയില് മേനോൻ സാറ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയിലെയും കാസ്റ്റിങ്ങിലും എല്ലാത്തിലും അടക്കം ഉണ്ടായിരുന്ന അന്നത്തെ ഭയങ്കര റെവല്യൂഷണറി ആളായിരുന്നു. അപ്പം
അതിൽ അദ്ദേഹം അന്ന് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റിലെ പരസ്യങ്ങളിലെ അന്ന് പേപ്പറല്ലേ ഉള്ളൂ, ടി വി പോലും വളരെ കുറവാണ്, അല്ലെങ്കിൽ ടി വിയിൽ മലയാളം പ്രോഗ്രാംസ് ഇല്ല. ആ പേപ്പറിലെ പരസ്യം, ക്വാർട്ടർ പേജ് പരസ്യത്തിൽ അച്ചുവേട്ടൻ്റെ വീടിൻ്റെ പരസ്യം അന്ന് അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗം എന്ന് പറയുന്നത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചേർന്നത് സംവിധായകർ, ഛായാഗ്രാഹകരായിട്ടുള്ള അന്നത്തെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു കമന്റ് എഴുതിയിടും. അങ്ങനെ അച്ചുവേട്ടൻ്റെ വീട് എന്ന സിനിമയെ കുറിച്ചിട്ട് കുടുംബസമേതം കണ്ടിരിക്കേണ്ട ചിത്രം, KG ജോർജ്, ഡയറക്ടർ ദീപം, കമലേശ്വരം, തിരുവനന്തപുരം എന്നൊരു അഡ്രസ്സ് അതിൽ കണ്ടു. അപ്പൊ തന്നെ ഞാൻ അന്ന് 35 വയസ്സാണ് ഇന്നലിന്റെ, ഓർമ്മ ഉണ്ടാവില്ല, ഇല്ലണ്ട് ഒരെണ്ണം വാങ്ങി ഒരു ലെറ്റർ അങ്ങോട്ട് അയച്ചു, ഒരു ധൈര്യപൂർവ്വം ഒരു ലെറ്റർ അയച്ചു. ഒരാഴ്ച കഴിയുമ്പോൾ മറുപടി വന്നു. ആ സമയത്ത് കോയിൻസിഡന്റ്ലി പ്രത്യേക സാഹചര്യത്തിൽ ദൂരദർശൻ ആദ്യം തന്നെ അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ, എനിക്ക് തോന്നുന്നു ദൂരദർശൻ വേറെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ദൂരദർശനും കൂടെ ചേർന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു യാത്രയുടെ അന്ത്യം എന്ന സിനിമ, പാറപ്പുറത്തിന്റെ ഇത് കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയായിരുന്നു. ഞാൻ ഈ അയക്കുന്ന ആ സമയത്താണ്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു, ഞാൻ പോയി സംസാരിച്ചു. അതിൽ ഈ പ്രായം ഇതേ ഉള്ളൂ എന്ന് കത്തില് സൂചിപ്പിച്ചിരുന്നു. പിന്നെ ആണല്ലേ, ബാലവേലയായിരുന്നു. ഇല്ല, അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോലി ആയിട്ടല്ലല്ലോ, നമ്മളവിടെ എന്നെ അഭിനയിക്കാനാണ് കൂട്ടിയത്. ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന പലരിൽ ഒരാളായിട്ട് എന്നോട് ഇരുന്നോളാണ് പറഞ്ഞത്. എനിക്ക് അന്ന് സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യണമെന്ന് പറ്റി പറയാനുള്ള ധൈര്യമൊന്നുമില്ല. എനിക്ക് സാറിനോട് വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. സാറിനോട് വർക്ക് ചെയ്യണം, സാറിൻ്റെ ഉണ്ടാവണം എന്നുണ്ടെന്ന് നമ്മുടെ പറച്ചിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് വളരെ ജെന്യൂനായിട്ട് തോന്നിയിട്ടുണ്ടാവും. കൂടെ കൂടിക്കോളൂ, ഒരേ ജോഡി 2 ഷർട്ടും 2 മുണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ബസ് യാത്രയാണ്, 25 ദിവസത്തോളം യാത്രയായിരിക്കും. വാട്ട് ഈസ് യുവർ ബേസിക് ഇന്റൻഷൻ ശ്രീകാന്ത്? അപ്പൊ എനിക്ക് ആ പെട്ടെന്ന് ചോദ്യം പിടികിട്ടില്ല. നമ്മൾ ഈ നാട്ടുപുറത്ത് പോയി പെട്ടെന്നാണ്. അതുപോലെ എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്? കഥകളി എന്നൊക്കെയാണല്ലോ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു സാറേ, എന്തെങ്കിലും ഒരു ഇത് എഴുതണല്ലോ വെച്ചിട്ട് ഞാൻ എഴുതിയതാണ്. കഥകളിയൊക്കെ ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞ് കുറച്ച് വേഷങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ബേസിക്കലി സാറിനോട് വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ അദ്ദേഹം അതിൽ ചേർത്തു. അപ്പൊ വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞിട്ടാ ഈ ഒരു പ്രായത്തിലൊക്കെ ഇങ്ങനെ സിനിമയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു കാലമാണോ? അങ്ങനെയല്ല, അങ്ങനെ ഒരു കാലമല്ല. പക്ഷെ എന്തോ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പോകാൻ പറഞ്ഞു. അവർക്ക് എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെയാണോ പറയാം. വണ്ടിക്കൂലിക്ക് അച്ഛനാണ് 200 രൂപ തന്ന ആദ്യമായിട്ട്. എൻ്റെ നാട്ടിലെ എൻ്റെ ഏട്ടനുണ്ട് ചെറുപുള്ളി, എൻ്റെ കഥകളി ആശാന്റെ ജ്യേഷ്ഠന്റെ മകൻ കലാമണ്ഡലം CR രാമൻ നമ്പൂതിരിയാണ് കഥകളി ആശാൻ. അദ്ദേഹം പട്ടിക്കാന്നൂർ രാമനിമേനോന്റെ ശിഷ്യൻ ആണ്. വാഴങ്കട കുഞ്ചാശാന്റെ പ്രഥമ ശിഷ്യനാണ്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠന്റെ മകനുണ്ട്. അപ്പൊ ഞാൻ ആ വീട്ടില് ഞങ്ങളൊരു ഇപ്പോഴത്തെ നമ്മുടെ കഥകളിയിലെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് പീശപ്പള്ളി രാജീവേട്ടൻ്റെ ഒക്കെ ആശാനാണ്. അപ്പോൾ എന്നെക്കാളൊക്കെ 7-8 വർഷം മുമ്പ് കഥകളി തുടങ്ങിയ ആളാണ്. എന്നെയും പഠിപ്പിച്ചിട്ടുള്ള ഗുരുസ്ഥാനീയനായിട്ടുള്ളതാണ് രാജീവേട്ടൻ. അപ്പോൾ രാജീവേട്ടൻ്റെ ഞങ്ങൾ ഈ പഠിക്കുന്ന ഗുരുകുലം പോലെയുള്ള വീട്ടിലെ ഒരംഗം ആയ പ്രസാദേട്ടനാണ് എന്നെ ബൈക്കിൽ SDയിൽ വെച്ച് 200 രൂപയാണ് പെട്രോളിന് കാശ്. അങ്ങനെ തിരുവല്ലയിൽ പോയി കാണുകയൊക്കെ ചെയ്തത്. അപ്പൊ അന്ന് ഞാനിപ്പോഴും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡോട് ഓർക്കുന്നത് അങ്ങനെ കുറെ പേർ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? തിരുവല്ലയിൽ നിന്ന് റാന്നി വരെ പോകുന്ന ഒരു ബസ്. ആ ട്രാവലിന്റെ സമയത്ത് ചെറുകോൽപ്പുഴ, കോഴഞ്ചേരി, പുല്ലാട്, തിരുവല്ല ആ പ്രദേശം അറിയാലോ. ആ ഏരിയ മുഴുവൻ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു. അന്ന് ശരിക്കും എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ബസ്സിന്റെ അകത്തിരുന്ന് സിനിമയുടെ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റി. അന്ന് പ്രധാനമായിട്ടും പറ്റിയെന്ന് വെച്ചാൽ ജോർജ് സാർ സ്ക്രിപ്റ്റ് ഒന്നും നോക്കുന്നത് ഞാൻ കണ്ടില്ല. പേപ്പർ നോക്കുന്നൊന്നും ഞാൻ കണ്ടില്ല. മേലില രാജശേഖരനായിട്ടേ പോലെയും ചന്ദ്രശേഖരൻ എന്നൊരു വളരെ മുതിർന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട്. അവരുടെ കയ്യിലൊക്കെയാണ് ഞാൻ പാഡൊക്കെ കണ്ടത്, പേപ്പർ. അല്ലാതെ ഒന്നും. പിന്നെ കിഷോർ എന്നൊരു അസോസിയേറ്റ് അസിസ്റ്റന്റ് ആണ്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കില്ല തോന്നുന്നു. മേലില രാജശേഖരനൊക്കെ ഇപ്പോഴും വളരെ സജീവമായിട്ടാണ്. ആ രാജശേഖരനൊക്കെയാണ് നമ്മള്. അപ്പൊ നമുക്ക് ഈ അസിസ്റ്റ് ചെയ്യാനെന്നൊക്കെ പറയാനുള്ള ധൈര്യമൊന്നും, അങ്ങനെയുള്ള ജാർഗൻസ് പ്രയോഗം പോലും നമുക്കറിയില്ല. നമ്മള് ആ കൂടെ പോയി നിന്നു. അപ്പൊ ഞാൻ ചെയ്ത ഒരു ബുദ്ധി എന്ന് വെച്ചാൽ ബസ്സിൽ ഏറ്റവും മുമ്പിലെ സീറ്റ് പോയിരുന്നു. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇനി ക്യാമറ പോകില്ല. ഇനി അഥവാ പോയത് അവിടുന്ന് ഇങ്ങോട്ടായിരിക്കും ക്യാമറ. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് ഡയറക്ടറുടെയും ഫോട്ടോഗ്രാഫി ഛായാഗ്രാഹകൻ വേണുവേട്ടനാണ്. അപ്പം വേണുവേട്ടനും ജോർജ് സാറുള്ള കോമ്പിനേഷൻ ഞാനിതൊക്കെ ഇതിനു മുമ്പ് തന്നെ ഞാനൊക്കെ ഒന്നും വായനശാല വരുമ്പോൾ വായിച്ചു വെച്ചത്. വേണുവേട്ടൻ ഏറ്റുമാനൂരുകാരനാണ്. വേണുവേട്ടൻ വളരെ തുറന്ന് സംസാരിക്കുകയും വളരെ പ്രായഭേദമന്യേ ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വേണുവേട്ടനായിട്ട് ചെന്നപ്പോൾ തന്നെ കമ്പനിയായി. അപ്പം ആ സീറ്റിലിരിക്കുമ്പോൾ ജോർജ് സാറും വേണുവേട്ടനും നിൽക്കുന്നത് ക്യാമറയിൽ ഇങ്ങോട്ടാണ്. അപ്പം ഏതാണ്ട് അവരുടെ അതേ പൊസിഷനിൽ അവരെന്താ ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇവർ ഈ ക്ലോസപ്പും മിഡ് ഷോട്ടും 2C ചിത്താഞ്ജലിയുടെ ക്യാമറ എന്ന് തോന്നുന്നു, ലെൻസ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ പോയി. എനിക്ക് ജോലിയുള്ള ദിവസങ്ങളിൽ മാത്രമേ എന്നെ വിളിച്ചിരുന്നുള്ളൂ. വളരെ കഷ്ടപ്പെട്ട് നമുക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ
അവിടെ പോയി നിൽക്കാൻ പറ്റുന്ന ദിവസങ്ങൾ പോയി നിന്നിരുന്നു. അതില് സിനിമ സ്പെസിഫിക് ആയിട്ട് സംവിധാനം എന്നുള്ളതല്ല, ഒരു സെറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് വളരെ ശ്രദ്ധയോടെ കാണാനും അതിൻ്റെ ഒപ്പം നിൽക്കാനും ഒക്കെ പറ്റും. അപ്പോൾ പ്രൊഡക്ഷന്റെ ജോലികളിലൊക്കെ കൂടുതൽ ഞാൻ കൂടി, എന്നെ ചേർക്കുന്നിടത്തൊക്കെ ഞാൻ പോയി ചേർന്നു. ഭയങ്കര രസമുള്ള അനുഭവം. എനിക്ക് തോന്നുന്നു അതിനുശേഷം 30 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തത് അല്ലേ? അത് ലോക റെക്കോർഡായിരിക്കും, ആദ്യത്തെ സിനിമ 30 വർഷം കഴിഞ്ഞിട്ടല്ലേ? അല്ല, അപ്പൊ അതിനൊരു അസിസ്റ്റിങ്ങിന് പോയി എന്നല്ല, ഒരു സിനിമ സെറ്റിൽ പോയി നിന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പുതിയ അനുഭവമാണ്. നേരത്തെ നമ്മളൊക്കെ ഇപ്പൊ പറയുന്ന പോലെ ഇപ്പം എറണാകുളത്ത് നമ്മൾ MG റോഡിൽ മറ്റേ മഹാരാജ് കോളേജ് ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് മാധവ ഫാർമസി വരെ യാത്ര ചെയ്യുന്ന 3 സിനിമകൾ നമ്മൾ അഭിനയിക്കും. അത്ര കണ്ട് ക്യാമറകളൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ലോ, സിനിമ ഒത്തിരി ദൂരെയല്ലേ. അപ്പോ അത് ആ ഒരു എക്സൈറ്റ്മെന്റ് മാറിയിട്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മുഴുവനായിട്ടല്ല. മുരളിയേട്ടനായിരുന്നു പ്രധാന നടൻ. MG സോമൻ സാർ ഇല്ല, പക്ഷെ സോമേട്ടനെ കാണാൻ പോകുന്ന യാത്രയിലാണ്. ഞാനപ്പോ മുരളിയേട്ടൻ്റെ കൂട്ടത്തിലിരുന്നു. അലിയാർ സാർ ഉണ്ടായിരുന്നു, നമ്മുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കാവേരി അതിലുണ്ട്, അങ്ങനെ പലരും. അപ്പൊ എവിടെ താമസമൊക്കെ എവിടെയാ? തിരുവല്ലയില ഇന്റർനാഷണൽ ഹോട്ടലിലൊക്കെ നമുക്ക് റൂമൊക്കെ തന്നു. ഭയങ്കര സുഖം. രാജേട്ടനായിരുന്നു നമ്മുടെ. പിന്നീട് പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഓർമ്മ കിട്ടുക, പവനരച്ചെഴുതുന്നു കോലങ്ങളിൽ നിന്ന് എന്ന പാട്ട് കഴിയുമ്പോൾ നമ്മുടെ അതിലെ സ്വാമിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് വരുന്ന ഒരു പോസ്റ്റ്മാൻ ഉണ്ട്. അതാണ് രാജേട്ടൻ. മലയാളത്തിൽ അന്നത്തെ ഏറ്റവും സീനിയർ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അദ്ദേഹമായിരുന്നു ജോസ് സാറിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പൊ അങ്ങനെ 16 വയസ്സിൽ ആ ഒരു ഫസ്റ്റ് ഒരു ഇത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഡിഗ്രിക്ക് പോയി. അതെ. അപ്പോഴത്തേക്ക് സിനിമ പിന്നെ മാറ്റി വെച്ചോ? ഇല്ലല്ലോ, സിനിമയുടെ ഒരു വലിയ രസമുള്ള സാധനമില്ലേ. ഒരിക്കലെങ്കിലും സിനിമയിലെ മറ്റേ ഭക്ഷണം, ചാപ്പാട പൂരിയും പൊങ്കലും ഒക്കെ കഴിച്ചാൽ നമ്മളെങ്കിലും കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചിരുന്നു. പക്ഷെ അത് ഇത്ര കണ്ട് സ്വാതന്ത്ര്യം തരുന്ന, നമ്മൾ ഇത്രയൊക്കെ വിശ്വസിക്കുന്ന പാരന്റ്സ് ആയതുകൊണ്ട് തന്നെ അവരോട് എപ്പോൾ പറഞ്ഞാലും. അപ്പൊ ഞാൻ ഡിഗ്രി കെമിസ്ട്രിക്കാണ് ചേർന്നത്, BSc കെമിസ്ട്രി ആയിരുന്നു. ആ സമയത്ത് തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആൾക്കാരും സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ്, സാബു ജെയിംസ് സിനിമാറ്റോഗ്രാഫറായിട്ട് തെലുങ്ക് സിനിമയൊക്കെ ചെയ്തിട്ടുള്ള, സിനിമകളെ സംവിധാനം ചെയ്തിട്ടുള്ള. സാബുവിന്റെ അച്ഛൻ ചാക്കോ സാർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറാണ്, കുറുളങ്ങാട് ദാമാത കോളേജ്, ബാബു നമ്പൂതിരിയുടെ കോളേജ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരുന്നു. ബാബുട്ടൻ ഇപ്പോൾ കോളേജിലുണ്ട്. ഞങ്ങളെ അരോമാറ്റിക് കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന ബാബുട്ടനാണ്. എൻ്റെ ബന്ധുവാണ്, അച്ഛൻ്റെ വളരെ അടുത്ത ബന്ധുക്കളാണ്. പിന്നെ ബാബുട്ടൻ കഥകളി കാരനാണ്, ബാബുട്ടൻ്റെ ആശാനാണ്. എന്നെയും വർഷങ്ങൾക്ക് ശേഷം ബാബുട്ടനൊക്കെ ഒത്തിരി സീനിയറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി നമ്മുടെ ആഗ്രഹം, ആർക്കിമിസ്റ്റ് പറയുന്ന പോലെ നമ്മുടെ ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രിമൈസസ് എല്ലാം നമുക്ക് അനുകൂലമായിരുന്നു. അപ്പൊ ഈ ഒരു സിനിമാ താല്പര്യം ബാബു സാറിന് അറിയാമായിരുന്നോ? ഇല്ല, അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു ജോർജ് സാറിന്റെ അടുത്ത് ഇങ്ങനെ പോയി എന്നുള്ളൊരു, പക്ഷെ ഈ ഒരു ചോദ്യം ആദ്യമായിട്ടാണ് ചോദിക്കണം. അപ്പൊ പോയി ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനിടയ്ക്ക് കഥകളി എങ്ങനെ കയറി വന്നു? കഥകളി നടനാകാൻ ആഗ്രഹിച്ചിരുന്നു. എന്തായിരുന്നു കഥകളി പഠിക്കാൻ കാര്യം? കഥകളി നടനാവാൻ തന്നെ ആഗ്രഹിച്ചിട്ടാണ്. അത് ഈ അതിൻ്റെ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരു സാഹചര്യമാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട. നമ്മൾ ധാരാളം കഥകൾ കേൾക്കുക, മുത്തശ്ശിയുടെ അടുത്ത് പോയിരുന്ന കഥകൾ കേൾക്കുക, മുത്തശ്ശൻ്റെ അടുത്തിരുന്ന് പോയി കഥ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിരുന്നു. മുതിർന്ന ധാരാളം അംഗങ്ങളുള്ള, എത്രയോ മുതിർന്ന ആൾക്കാരുള്ള, അവരൊക്കെ ഒത്തിരി കഥകൾ, അവർക്കൊക്കെ പറയാൻ ഒത്തിരി കഥകളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനൊക്കെ ഒത്തിരി സമയം കിട്ടിയിരുന്നു നാട്ടിൻപുറത്ത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിൽ, പിന്നെ പൂമ്പാറ്റ അമർചിത്ര കഥയുടെ കാലം, അപ്പൊ ഓരോ അമർചിത്ര കഥയും ഞാൻ ഉപേക്ഷിച്ചിരുന്നില്ല. എല്ലായിടത്തും വെച്ച് ഈ അടുത്ത കാലത്താണ് അത് ശ്രദ്ധിക്കുമ്പോൾ ചിലരെടുത്ത് പോയത്. അതൊക്കെ ഞാനിപ്പോഴും വെച്ചിട്ടുണ്ട് എല്ലാം. നമ്മൾ ആ കാലഘട്ടത്തിൽ എൻ്റെത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയുണ്ട്. അപ്പം ഈ എപ്പിക്സും ഈ പറയുന്ന നമ്മുടെ ഇതിഹാസങ്ങളും ഒക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുകയും അതിലെ കഥാപാത്രങ്ങളെയും കഥയൊക്കെ നമ്മുടേതായ രീതിയിൽ കാണുകയൊക്കെ ചെയ്യുന്ന ഈ ദൂരദർശനിലെ രാമായണവും മഹാഭാരതവും അതിന് ശേഷമാണ്. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ നമ്മളുടെ ഒരു മാനിഫെസ്റ്റേഷൻസിൽ അതിങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് എത്തുക, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ സ്ക്രീനിൽ കാണുന്ന ആർട്ടിസ്റ്റുകളാണ്, താരങ്ങളാണ്, അവരൊക്കെ നമുക്ക് കഥാപാത്രങ്ങളാണ്. അവർക്ക് നമ്മുടെ സുഹൃത്തുക്കളോ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടനൊക്കെയാണ്. അപ്പൊ അങ്ങനെ നമുക്കും അഭിനയത്തിലൂടെയാണ് നമ്മൾ സിനിമയിലേക്ക് അട്രാക്റ്റഡ് ആയത്. അപ്പം കഥകളി ഇതുപോലെ തന്നെ അമ്പലത്തിൽ കഥകളി കാണാൻ പോവാ, അല്ലെങ്കിൽ അവിടെ അടുത്ത് ഏതെങ്കിലും ക്ലബിൽ കഥകളിയോടെ പോവാ. പിന്നെ ഞാൻ ജീവിച്ചിരുന്ന അങ്ങനെ ഒരു എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത്രയും ഫാന്റസീസ് ഉള്ളൊരു നാടാണ്. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നു. അങ്ങനെ ഒരു വലിയ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് ഉള്ള എനിക്ക് ഏറ്റവും അടുത്ത ചെറുപള്ളി ചെറുപള്ളിയിലത്ത് അപ്പോട്ടൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഏതെങ്കിലും കഥകളി
അപ്പോൾ ഉടനെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് നമ്മൾ ചെല്ലുക. അപ്പൊ നമ്മൾ ചെല്ലുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ഈ രാജീവേട്ടനൊക്കെ ചൊല്ലി നടന്നത് കാണും. അതൊരു പ്രത്യേക സുഖമുള്ള കാര്യമാണ്. എത്ര വർഷം പഠിച്ചു കഥകളി? ഞാൻ 6-7 വർഷത്തോളം പഠിച്ചു. ഈ മുഴുവനായിട്ടുള്ള പഠനം ഇല്ല, സ്കൂളിൽ പഠിത്തം ഉള്ളതുകൊണ്ട് ഈ വർഷകാലത്ത് കർക്കിടക മാസത്തിൽ തുടങ്ങിയാൽ അതൊരു 3 മാസം, ഓണം വരെ ഒരു 3 മാസം, എന്നും വെളുപ്പിന് ഒരു 3:30 എഴുന്നേറ്റ് ഒരു 6:30-7 മണി വരെ കഥകളി പഠനമാണ്. അത് കഴിഞ്ഞ് 7:15 ആകുമ്പോഴാണ് ഒരു കുളിച്ച് വലിയ ഓട്ടത്തിലുള്ള വലിയ കിണ്ണത്തിൽ നിറയെ കുത്തരി കഞ്ഞി, അന്ന് നമ്മുടെ വീട്ടിൽ കുത്തുന്ന, നമ്മുടെ പറമ്പിൽ തന്നെ കുത്തരി കഞ്ഞി പ്ലാവലയില് നെയ്യും ചേർത്ത് അത് കഴിച്ചിട്ട് ഒറ്റ ഓട്ടമാണ് സ്കൂളിലേക്ക്. 2-2.5 കിലോമീറ്റർ സ്കൂൾ, വീട്ടിൽ പോയിട്ട് വേണം സ്കൂളിൽ പോകാൻ. സ്കൂളിൽ പോയി തിരിച്ചു വൈകുന്നേരം 4:30-5 മണിക്ക് വന്നാൽ ഈ കഥകളി പഠിക്കുന്ന കാലമാണെങ്കിൽ 5-5:30 മുതൽ വീണ്ടും ഒരു 6:30 വരെ. പിന്നെ വൈകുന്നേരം ഈ ഈവനിങ് സന്ധ്യാ കർമ്മങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആ ട്രഡീഷണായിട്ട് നടക്കുന്ന സ്ഥലമാണ് അവിടെ. അത് കഴിഞ്ഞാൽ ഒരു 7 മണി മുതൽ തുടങ്ങിയാൽ അതൊരു 9:30 വരെ പോകും. അങ്ങനെ പഠനത്തിന്റെ കൂടെ, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ സാധാരണ എൻ്റെ പ്രായത്തിലുണ്ടായിരുന്ന അന്നത്തെ ബിജു പറഞ്ഞ ആ സമയത്ത് നിങ്ങളൊക്കെ എങ്ങനെയാണോ വൈകുന്നേരങ്ങൾ, അങ്ങനെയേ ആയിരുന്നില്ല എൻ്റെ കുട്ടിക്കാലത്ത് രാവിലെയും വൈകുന്നേരമൊക്കെ. അപ്പൊ എപ്പോഴും ഏതെങ്കിലുമൊക്കെ പുരാണ കഥകളും കോട്ടയം കഥകളും അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും. നമ്മൾ ഒന്നും പറയണ്ട, നമുക്കിങ്ങനെ കേൾക്കാൻ ധാരാളം ഉണ്ടാവും. അതിങ്ങനെ ആ ഒരു പ്രപഞ്ചത്തിലായിരുന്നു എൻ്റെ ജീവിതം. പക്ഷെ കഥകളി എന്ന് പറയുന്നത്, കഥകളിയുടെ അഭിനയം എന്ന് പറയുന്നത് കുറച്ചൊരു എക്സാഗറേറ്റഡ് ഒരു വികാരങ്ങളുടെ ഒരു അമിത പ്രകടനം ഉണ്ടല്ലോ. ഇപ്പം അലറി വിളിക്കുക അങ്ങനെയൊക്കെ. അപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അത് രണ്ടും തമ്മിലൊരു കൺഫ്യൂഷൻ വന്നോ? അങ്ങനെ ഒരു ശരിക്കും രണ്ടാണ്, സംശയമൊന്നുമില്ല. അതും സ്റ്റേജിലെ ഒരു പെർഫോമിംഗ് ആർട്ടും സിനിമയ്ക്ക് ഒത്തിരി പ്രിവിലേജുകളുണ്ടല്ലോ. സിനിമ ഷോട്ടുകളല്ലേ. ഇപ്പൊ ഇതുപോലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് രണ്ടാമത് എടുക്കാം. ലൈവ് പെർഫോമൻസ് ഒരിക്കലും അതൊന്നല്ലേ ഉള്ളൂ, അതൊരിക്കലും പെർഫെക്റ്റ് ആവുകയില്ലല്ലോ. ഒരു ലൈവ് പെർഫോമൻസിന് പെർഫെക്ഷൻ എന്നൊരു പ്രയോഗം അവിടെ ഇല്ല, അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനതിൻ്റെതായിട്ടുള്ള നാടകങ്ങളുണ്ട്. അപ്പൊ ഏറ്റവും പിന്നിലിരിക്കുന്ന ആൾക്കും ഇവിടെ നിന്ന് പെർഫോം ചെയ്യുന്ന അർജുനന്റെ പെർഫോമൻസ് മനസ്സിലാവാൻ വേണ്ടി കൂടിയാണ്. ഇന്നത്തെ കാലത്ത് വിളക്കേ ഉള്ളൂ, ഒരു തിരിയിട്ട വിളക്കിന്റെ 5 തിരിയിട്ട വിളക്കിന്റെ വെളിച്ചത്തിൽ ഇതെല്ലാം കാണാൻ. അങ്ങനെ പല പല കാരണങ്ങളും പല പല പരിമിതികൾക്കിടയുന്നതുകൊണ്ടാണ് ഒരു ചെറിയ സ്പേസ്, ഒരു എന്താ പറയുക, ഒരു 4-4 അല്ലെങ്കിൽ 6-6 സ്പേസിനകത്ത് നിന്നുകൊണ്ടാണ് കല്യാണ സുഗന്ധികം പറിക്കാൻ പോകുന്ന ഭീമൻ കാണുന്ന വള്ളിപ്പടർപ്പുകളും ദൂരെ സിംഹം നടന്നു പോകുന്നതും പറവകൾ പറന്നു പോകുന്നതും വള്ളിപ്പടർപ്പുകളുടെ ഇടയിലൂടെ പൂക്കൾ താഴേക്ക് വീണ് അതിന്റെ സുഗന്ധം ആസ്വദിക്കുന്നതും ആകാശത്തുകൂടി പോകുന്ന ഹനുമാൻ താഴെ കടൽ കാണുന്നതും ഒക്കെ ഈ പറയുന്ന സ്പേസിലാണ്. അതേ സ്ഥലം തന്നെയാണ് ദമയന്തിയും നളനും തമ്മിൽ അവരുടെ ഫസ്റ്റ് നൈറ്റ് എൻജോയ് ചെയ്യുന്നത്. അതേ സ്ഥലം തന്നെയാണ് ചൂത് നടക്കുന്ന വലിയ ചതി നടന്ന സ്ഥലമാവുന്നത്. അതേ സ്ഥലം തന്നെയാണ് സ്ഥലയിലെ ഭ്രമം വന്നിട്ട് ദുര്യോധനൻ വെള്ളത്തിൽ വീഴുന്നത്. ഇതൊക്കെ ഒരൊറ്റ സ്ഥലം തന്നെയാണ്. അവിടെ തന്നെയാണ് കുചേലൻ കൃഷ്ണനെ കാണാൻ വരുന്നത്. ഈ ഒരൊറ്റ സ്പേസ് ആണ്. അപ്പൊ അതൊരു വല്ലാത്ത മാജിക് ആയിരുന്നു. ഒരു പിന്നിൽ 2 പേര് ഷർട്ടം തൊടാതെ 2 പേര് ഇളത്താളവും ചെകിലയും പിടിച്ച് നിൽക്കുന്നു, സൈഡിൽ ഒരു ചെണ്ടയും ഒരു മത്തളവും. അവര് ഈ ചെണ്ടയ്ക്ക് ഇവരുടെ കൈക്ക് കൂടുക എന്ന് പറയാം. ഇവർ കാണിക്കുന്ന മുദ്രയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അണ്ടർലൈനിങ്, നമ്മളിപ്പം സിനിമയിൽ ഉപയോഗിക്കുന്ന വാക്ക്, അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ടാണ് ബാക്കിൽ. അപ്പം അതിനും കൃത്യമായ നിയതമായ ഘടനയും കൃത്യമായിട്ട് ശാസ്ത്രീയതയുണ്ട്. അപ്പൊ അത് കുട്ടിക്കാലം മുതൽ ഞാനതിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാം, കാരണം അത് അത്ര ആഴവും പരപ്പുള്ളതാണ്. പക്ഷെ അതിലൂടെ എനിക്ക് കിട്ടിയ ഗുണം എന്താ വെച്ചാൽ വളരെ ഗൗരവമായിട്ട് ഇതിനെ കാണുന്ന, അങ്ങനെയും കാണാം. സിനിമ നമ്മൾ കാണുന്ന മാനസികാവസ്ഥയിലല്ല കഥകളി കാണേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ കുട്ടിക്കാലം പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് വീണു. വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പെട്ടു. അപ്പൊ അങ്ങനെ അതിനുശേഷം ഈ ഡിഗ്രി കഴിയുന്നു, വീണ്ടും സിനിമയിലേക്ക് പോകും. പ്രിയദർശൻ സാറിന്റെ അടുത്തേക്ക് പോകും അല്ലേ? അതെ. പ്രിയദർശൻ എന്ന് പറയുന്നത് അന്ന് അങ്ങനെയൊക്കെ. അതിനിടയിൽ ഒരു കാലമുണ്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആണ് എൻ്റെ ജ്യേഷ്ഠൻ സുധീർ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു. ഏട്ടൻ ഇന്നില്ല, ഏട്ടൻ മരിച്ചുപോയി. 2001 ഏട്ടൻ പോയി. അപ്പം ഏട്ടനും ഞാൻ ഒരുമിച്ചാണ്. ഏട്ടൻ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കഥകളിക്ക് ഒരേ ദിവസം കച്ചകെട്ടി കഥകളി അഭ്യാസം തുടങ്ങിയത്. ഞങ്ങൾ ഒരുമിച്ചാണ് അരങ്ങേറിയത്. ഏട്ടൻ്റെ അർജുനനും എൻ്റെ കൃഷ്ണനും ഏട്ടൻ്റെ ദമയന്തിയും എൻ്റെ തോഴിയും നമ്മുടെ കോട്ടയത്തൊക്കെ കുറച്ചു മുമ്പ് നമ്മൾ ഓഫ് ക്യാമറയിൽ പറഞ്ഞ കളിയിറങ്ങിൻ്റെയൊക്കെ, അതുപോലെ നമ്മുടെ ബെസേലീസ് കോളേജിലൊക്കെ നടന്ന കോളേജ് ഡേ സെലിബ്രേഷൻ ഏട്ടൻ അവിടെ പഠിക്കുമ്പോൾ അവിടെ പോയി വേഷം കിട്ടും. മാൻമോളകളിലൊക്കെ ഞാൻ ഏട്ടൻ്റെ ദമയന്തിയും എൻ്റെ തോഴിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു യാത്രയായിരുന്നു. അപ്പൊ ഏട്ടനൊരു ശ്രീബുദ്ധന്റെ ജന്മാന്തരങ്ങളുടെ കഥ, ജാതക കഥ എന്നുണ്ട്. OV ഉഷ മാം, OVജിന്റെ ജെയിംസ് സാറിന്റെ അനുജത്തി, അവര് സ്കൂൾ ഓഫ് പബ്ലിക്കേഷൻസിലെ ഡയറക്ടറാണ്. അപ്പൊ അന്ന് നരേന്ദ്രപ്രസാദ് സാറ്, D വിനയേന്ദ്രൻ സാറ്, P ബാലേന്ദ്രൻ സാർ, ഇവരൊക്കെ എനിക്ക് കുട്ടിക്കാലം പോലെ ഇവരൊക്കെ എന്റെ ഫാമിലി, ശരിക്കും എന്റെ ഫാമിലിയാണ്, എന്റെ ഏട്ടന്മാരെ പോലെയാണ് അവരെല്ലാവരും.
നരേന്ദ്രപ്രസാദ് സാറൊക്കെ സിനിമയിൽ ഉത്സവമേളത്തിലൊക്കെ അഭിനയിക്കുന്ന മുമ്പ് പോലെ എനിക്ക് അദ്ദേഹം സ്കൂൾ ഓഫ് ലിറ്റേഴ്സിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആംബിയൻസ് അങ്ങനെയാണ്. അന്നത്തെ കാലത്ത് മാത്രം അവരൊക്കെ അതിപ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും എപ്പോഴും കവിതയും കഥയും സാഹിത്യവും. ഡി വിനേന്ദ്രൻ സാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരികയും അങ്ങനെ വളരെ അടുത്ത. അപ്പം കുഴിച്ചേച്ചി എഴുതിയിട്ട് സുധീരേട്ടനും ഏട്ടൻ്റെ സുഹൃത്ത് വേണു നായരൊക്കെ ചേർന്നിട്ട് അന്ന് ഒരു ദൂരദർശന് വേണ്ടിയിട്ടൊരു സീരിയൽ ആയിട്ട് അത് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കും. അപ്പോൾ 88 ഞാൻ ജോർജ് സാറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോയതുകൊണ്ട് ഞാൻ സിനിമയുടെ കാര്യത്തിൽ ഞാൻ ഏട്ടനേക്കാളും കുറച്ച് സീനിയറാണ്. ചെറിയ പെട്ടിയാണല്ലോ. അപ്പൊ ഞാൻ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് വിപിൻ ദാസ് സാർ ഉണ്ടല്ലോ, 160ഓളം സിനിമ ക്യാമറ. യെസ്, വിപിൻ ദാസ് സാറിന്റെ വിപിൻ ദാസ് സാറാണ് ക്യാമറ. അതിന്റെ ഡയറക്ടറായി വന്നത് ശിവപ്രസാദ് സാർ, നമ്മുടെ ഇപ്പോഴത്തെ സിദ്ധാർത്ഥ് ശിവയുടെ അച്ഛൻ. അപ്പൊ സാറിനെ ഞാൻ പരിചയപ്പെട്ടു 89. പക്ഷെ അന്ന് ദൂരദർശന്റെ അപ്രൂവൽ കിട്ടിയത് 92. അപ്പൊ 89 ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നു. 92 ഫൈനൽ ഇയർ തിയറി എഴുതി പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഗ്യാപ്പ് ടൈമിലാണ് അതിന്റെ ബാക്കി എപ്പിസോഡിൽ അപ്രൂവൽ ആകും. അപ്പൊ അതിന്റെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പോയി വർക്ക് ചെയ്തു. പേര് തന്നെ കിട്ടി. കിട്ടി. അപ്പം പ്രസാദേട്ടനോട് പരിചയമായി. പ്രസാദേട്ടന്റെ കൂടെ ഞാൻ 2-2.5 വർഷത്തോളം അന്ന് ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ എം പി നാരായണപിള്ള സാറിന്റെ പരിണാമം ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് അത് ചെയ്യണം. അപ്പൊ അതിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് പോയി. പ്രസാദ് സാർ അതിനാണ് ഞാൻ പ്രസാദ് സാർ എന്ന് വേമ്പനാട് ഗൗരി ചെയ്തതിനു ശേഷം ക്യാൻസലൊക്കെ ഫിലിം പോയല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രസാദേട്ടനെ പരിചയം. അപ്പൊ പ്രസാദേട്ടന് കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു 2-2.5 വർഷം അവിടെ കവിയൂര് വീട്ടിൽ താമസം. അത് അവിടെ നിന്ന് പിന്നെ 1-2 ഷോർട്ട് ഫിലിംസും 1-2 ഡോക്യുമെന്ററീസ് ഒക്കെ ചെയ്തു. അപ്പോഴേക്കും വർഷം അങ്ങ് പോകുന്നു. ഞാൻ 92, 93, 94 ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എൻട്രൻസ് എഴുതുന്നു. എൻ്റെ ഒപ്പം എഴുതുന്നവർക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്നു, എനിക്ക് മാത്രം കിട്ടുന്നില്ല. അതോടെ ഞാനത് നിർത്തുന്നു. എൻ്റെ ഒപ്പം എൻട്രൻസ് എഴുതിയവരാണ് രാജീവ് രവിയും സജൻ കളത്തിലും ഇവരൊക്കെ സാബു ഒക്കെ. അവർക്ക് 3 പേർക്കും കിട്ടിയിട്ടില്ല. 94 ഞാൻ എഴുതുന്നു. ആ വർഷം മധു നിലവണ്ടന് കിട്ടിയതാണ് ഓർമ്മ. അപ്പോ ഞാൻ സജനുമായിട്ട് ആ സമയത്ത് സാബു കേട്ട സമയത്ത്, സാബു എൻ്റെ സാറിന്റെ മകനാണല്ലോ, അപ്പം നിരന്തരം ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്നും എഴുത്തയക്കുന്ന ശീലമുണ്ട്, പടം വരയ്ക്കും, എൻ്റെ ചൂട്ടിൽ എഴുത്തയക്കും. അപ്പം ഞാൻ സജനോട് പറഞ്ഞു, നിങ്ങൾ ക്യാമറ പഠിച്ചോളൂ, പക്ഷെ ഓൺ ചെയ്യണത് എന്റെ അനുഭവത്തോടെ ആയിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വെല്ലുവിളിയും കൂടെ വന്നു. അപ്പൊ അത് ആ ടേപ്പുകളെല്ലാം ആയിട്ട് എന്നെ സുധീരേട്ടൻ തന്നെ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ വഴിത്തിരിവ്. MG ശ്രീകുമാരേട്ടനോട് സംസാരിച്ചു. ശ്രീകുമാരേട്ടൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ശ്രീകുമാരേട്ടൻ പറഞ്ഞു ശ്രീകാന്ത് മദ്രാസിലേക്ക് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ശ്രീകുമാരേട്ടൻ എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നു. എന്നെ പ്രിയദർശൻ സാറിന്റെ അടുത്തേക്ക് ഞാൻ കാണുന്നു. MG ശ്രീകുമാരന്റെ വീട്ടിലേക്ക് പ്രിയൻ സാറിനെ വിളിപ്പിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അവർ തമ്മിലുള്ളൊരു സുഹൃത്ത് ബന്ധമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് മുഴുവൻ അറിയാം അല്ലേ. അപ്പോൾ ശ്രീകുമാരേട്ടൻ വിളിച്ച് പ്രിയൻ സാറിനോട് സംസാരിച്ചു. എനിക്ക് അങ്ങനെ ഒരു അതാണ് ഞാൻ ഈ ഭാഗ്യം എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധിച്ചു ഉപയോഗിക്കേണ്ട വാക്കാണ്. അങ്ങനെ ഓർക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സുധീരേട്ടൻ ആണ്. ഓഫ്കോഴ്സ് സുധീരേട്ടൻ വഴി MG ശ്രീകുമാറിലേക്ക് എത്തിയതാണ്. അതോടുകൂടി ഈസി അല്ലല്ലോ, അത് എനിക്ക് മാത്രം കിട്ടിയതാണ്. വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പൊ MG ശ്രീകുമാർ ഉമാലോഡ്ജിൽ പോയി പച്ചവെള്ളം കുടിച്ച് കിടക്കുന്ന പരിപാടിക്കൊന്നും നിൽക്കേണ്ടി. പക്ഷെ ഞാൻ ഉമാജി ലോഡ്ജിലായിരുന്നു. ഞാനും ചെന്ന് താമസിക്കുന്ന ഉമാലോഡ്ജിലാണ്. അപ്പൊ അവിടെ ധാരാളം പേരുണ്ട്. IC സാറൊക്കെ ഇടയ്ക്ക് അവിടെ വരും, ഷാജികല സാർ വരും, തുളസീദാസ് സാർ വരും, K ഹരിദാസ് സാർ വരും. അങ്ങനെ അന്നത്തെ ഹടാഹടിയന്മാരായിട്ടുള്ള സംവിധായകരൊക്കെ അവിടെ താഴെ വന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പീറ്റർ ഞാറക്കിലും ഷൺമുഖൻ സാറും വളരെ സീനിയർ ആയിട്ടുള്ള സച്ചിദാനന്ദ സാർ, അദ്ദേഹമാണ് നമ്മളവിടെ താമസിപ്പിച്ചത്. RK നായർ സാർ. അങ്ങനത്തെ പ്രൊഡക്ഷൻ സിനിമയിലെത്തി. അതെ അതെ. ആ സമയത്ത് രവിവർമ്മനൊക്കെ നമ്മുടെ മുറിയിൽ വരും. രവി എന്റെ സഹമുറിയനായിരുന്നു. നമ്മുടെ പൊന്നിയൻ സെൽവനും ഒക്കെ ചെയ്ത രവിവർമ്മൻ. ഇപ്പൊ ഏറ്റവും വലിയ ക്യാമറമാനായി നിൽക്കുന്ന രവി എന്റെ റൂംമേറ്റ് ആണ്. അഭിമാനത്തോടെ പറയാൻ പറ്റും. അപ്പൊ രവി കൂട്ടിക്കൊണ്ടിരുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, അതിൽ നമ്മുടെ SJ സൂര്യയും മുരുകദോസും ഒക്കെ പെടും, പ്രവീൺ ഗാന്ധിയും ഒക്കെ പെടും. അപ്പം അവരൊക്കെ നമ്മളുടെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ കാണാനും അവരുടെയൊക്കെ ഒരു ഏർജും സിനിമയെ കുറിച്ച് മാത്രം പറയാനും വാവിളിക്കുന്ന ഒരാളാണ് ഈ SJ സൂര്യയൊക്കെ. ഞാൻ കണ്ട ആള് സിനിമയെ കുറിച്ച് മാത്രമേ വാവിളിച്ചാൽ ഒന്നുകിൽ സിനിമ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ചായ കുടിക്കാൻ, അല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ ഒന്നും സംസാരിക്കാനില്ല. ഞങ്ങൾ കുറെ സമയങ്ങൾ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പം അത് ശരിക്കും മദ്രാസിൽ പോയതും പ്രിയദർശൻ സാറിന്റെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റിയതൊക്കെയാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടിയ ഏറ്റവും ഒരു പ്രിവിലേജ് ആയിട്ട്. Your dream is your reflection. It discovers the real you. Your dream is your power, and your power, your future. Niche University. We care for your dreams.
എത്ര അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും ആ കാലത്തൊക്കെ? അന്ന് 9 പേരുണ്ടായിരുന്നു ഞാൻ. 9 പേര്. പിന്നീട് 7 പേരും ഒക്കെ ആയിട്ട് ചുരുങ്ങി. ആ 7 പേരിൽ ആരെങ്കിലും ഇപ്പൊ സജീവമായ സിനിമാ സംവിധാന രംഗത്തുണ്ടോ? വിക്രം കെ കുമാർ തെലുങ്കിലെ വലിയ സംവിധായകൻ. നമ്മുടെ സാറിന്റെ മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത, കല്യാണിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വിക്രം കെ കുമാർ. കല്യാണിയെ ചന്ദ്രലേഖയിലാണ് വിക്രം ജോയിൻ ചെയ്യുന്നത്. കല്യാണി മോള് ലൊക്കേഷനിലും എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ആളാണ് വിക്രം. അപ്പൊ കല്യാണിയെ കാസ്റ്റ് ചെയ്തപ്പം മോളെ ഞാൻ നിന്ന് എത്രയോ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള, കരയുമ്പോഴൊക്കെ എടുത്തുകൊണ്ട് പോകും. അതുപോലെ AL വിജയ് പ്രിയൻ സാറിന്റെ അസിസ്റ്റന്റാണ്. പിന്നെ മേജർ രവി, പിന്നെ മോഹൻ പയ്യന്നൂർ, അന്നത്തെ കാതൽ കോട്ടയ അടക്കമുള്ള എനിക്കറിയാവുന്ന പേരൊക്കെയാണ്. മിന്നലെ ഒക്കെ പോലുള്ള സിനിമകളിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് മദ്രാസിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വിശ്വനാഥൻ പടത്തിൽ അദ്ദേഹം ഒരു സിനിമ ചെയ്തുള്ളൂ, ഹരിഹരൻപിള്ള ഹാപ്പിയാണ്. സോനു ശിശുപാൽ കാലചക്രം ഒരു സിനിമ ചെയ്തു. അവന് രാജേഷ്, ഞാനും രാജേഷും സഹമുറിയന്മാരായിരുന്നു. ഒരു 90 വിരാസത്ത് മുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ഞാൻ വിരാസത്തിന്റെ ലാസ്റ്റ് ഷെഡ്യൂളിലാണ് ജോയിൻ ചെയ്തത്. രാജേഷ് പക്ഷേ ആദ്യം മുതലുണ്ട്. രാജേഷാണ് മലബാർ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തത്. ഇപ്പോ കഴിഞ്ഞിടയ്ക്ക് രോമാഞ്ചവും ഒക്കെ രാജേഷാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ അഭിനയിക്കുന്ന ഗോളം ചെയ്ത അതേ ടീമിന്റെ ഫ്രാഗ്രൻസ് നേച്ചറിന്റെ രഞ്ജിത്ത് അഭിനയിക്കുന്ന സിനിമയിൽ ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിൽ ഷൂട്ടിംഗ് നടക്കുന്നു, നാളെ അങ്ങോട്ട് പോകണം. അതിന്റെ അസോസിയേറ്റും രാജേഷാണ്. ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ ഇതിങ്ങനെ. ഇപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ KG ചങ്ങരപ്പിള്ള സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. KG ചങ്ങരപ്പിള്ള ഇങ്ങനെയാണ്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു തട്ടുനടവുമില്ലാതെ ഇങ്ങനെ ഓർമ്മശക്തി ഭയങ്കര കേട്ടോ. ഓരോരുത്തരുടെ പേരും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അത് നമ്മള് പലരും പറയാറുണ്ട്, നമ്മള് ഞാനതെങ്ങനെ ഓർത്തു വെക്കാറുണ്ട്. അത് ഓർക്കണ്ടേ, ഓർത്തു വെക്കണം എന്നുള്ളതാണ് നമ്മൾ. ഞാൻ ഐ ഡു ബിലീവ് ഇൻ പീപ്പിൾ. ഞാൻ മനുഷ്യരെയാണ് എനിക്ക് വിശ്വാസം. അപ്പൊ ഞാൻ മനുഷ്യരായിട്ടുള്ള ബന്ധങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട്. ബിജുവിനെ ഞാൻ കാണുന്ന കാലം മുതൽ ഞാൻ കാണുക ചെയ്തിട്ടുള്ള ആദ്യം. അതിനു മുമ്പ് നവീൻ ഭാസ്കറിന്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കുറേ കാലം ഞങ്ങള് കത്തിരിക്കടവിലെ. അപ്പൊ എന്നോട് അങ്ങനെ ബിജുവിനെ കുറിച്ച് ഞാൻ കേൾക്കുക ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് കാണുക. അപ്പൊ അപ്പം പോലും മനസ്സിലുണ്ടെന്ന് പറയാം. എനിക്കൊരു ഒരിക്കലും ഒരാളെ കണ്ടാൽ മാക്സിമം അതുപോലെ ഈ സംഭവങ്ങൾ, ഇൻസിഡൻസ് ഞാൻ മറക്കാറില്ല. അപ്പൊ അങ്ങനെ പ്രിയൻ സാറിനോട് എത്ര സിനിമകൾക്ക് 13 സിനിമ അസോസിയേറ്റിലേക്ക് എത്തിയില്ല? അതൊക്കെ ഈ അസോസിയേറ്റ് എന്നൊക്കെയുള്ള വാക്ക് വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ട വാക്കല്ലേ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അസോസിയേറ്റ് എന്ന് പറയാം. എന്തോ അസിസ്റ്റന്റ് എന്ന് പറയുന്ന എന്തോ കുറച്ചിൽ പോലെ. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അസോസിയേറ്റിന്റെ ജോലി എന്താണെന്ന് ആദ്യം അറിയണം നമ്മള്. അങ്ങനെ ആലോചിക്കുമ്പോൾ സാറിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ രാജേഷിൻ്റെയൊക്കെ പേര് ഗരം മസാലയിലും മാലാമാൽ വീക്ക്ലിയിലും മറ്റേ വെട്ടത്തിലുമൊക്കെ ഞങ്ങളുടെ പേരുകൾ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സാർ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹം കൊണ്ടാ. അല്ലാണ്ട് ഞങ്ങൾക്ക് ആ ഒരു പദവിയിലേക്കൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല. ശരിക്കും സാറിന്റെ അസോസിയേറ്റ് എന്ന് പറയുന്നത് VR ഗോപാലകൃഷ്ണൻ എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് സാറിന്റെ അസോസിയേറ്റ്. ചിത്രമടക്കമുള്ള സിനിമകൾ എഴുതിയിട്ടുണ്ട്. അതിഭീകരനായിരുന്നു. പിന്നെ മുരളി നാഗവള്ളി, ഞാൻ അതുപോലൊരു സിംഹം എന്നൊക്കെ പറയില്ല, അതുപോലെ ആളായിരുന്നു മുരളിയേട്ടൻ. പിന്നെ TK രാജീവ്കുമാർ, നമുക്ക് ഇപ്പോഴും അറിയാവുന്ന രാജീവേട്ടൻ. ഇവരൊക്കെയാണ് അസോസിയേറ്റ്സ്. ബിക്കോസ് ഒരു സംവിധായകന്റെ അതേ പവറുള്ള സംവിധായകൻ മുഴുവനായും ക്രിയേറ്റീവ് സ്പേസിൽ ഫ്രീ ആയിട്ടിരിക്കേണ്ട ആളാണ്. അപ്പൊ അവിടെ ഒരു രണ്ടും, അതായത് ഈ പറയുന്ന എക്സിക്യൂഷൻസിന്റെ കാര്യങ്ങളും ഒക്കെ കൂടി നോക്കുന്ന സംവിധായകനോളം പവറുള്ള ആളാണ് അസോസിയേറ്റ്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ അസോസിയേറ്റ് ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും സൂക്ഷിച്ചു ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് തിരക്കിന്റെ ഭാഗമായിട്ടാണ് ആർക്കും അസിസ്റ്റന്റ് എന്നുള്ള വാക്ക് പറയാം. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ പ്രിയദർശന്റെ അസിസ്റ്റന്റ് ആണ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എവിടെയൊക്കെയോ പല ആൾക്കാരെന്നോട് ശ്രീകാന്ത് അല്ലെങ്കിൽ ചേട്ടൻ പ്രിയൻ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതൊരു ഡിസ്കഷൻ നീണ്ടു പോകണ്ടാച്ചിട്ട് എന്ന് പറയുന്നത് എനിക്കത് പറയാൻ നല്ല പേടിയുണ്ട്. അപ്പൊ ഹിന്ദി സിനിമകളും ചെയ്തു അദ്ദേഹത്തിന്റെ കൂടെ അല്ലേ? ഞാൻ വിരാസത്ത്, സാത്രംഗേ സപ്നെ, കഭി ന കഭി, ഈ 3 സിനിമകളുടെയും ഷൂട്ടിംഗ് പാരലായിട്ട് നടക്കുമ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഓരോരോ ഷെഡ്യൂൾ തീരുമ്പോഴാണ് ജോയിൻ ചെയ്യുക. അപ്പൊ അങ്ങനെ പിന്നെ ഹൽച്ചൽ, ഗരം മസാല, മാലാമാൽ വീക്ക്ലി ലോട്ടറീസ്, ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഹേറാ ഫേറി എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഹിറ്റാണ്. അപ്പൊ ഈ അവിടുത്തെ സിനിമ നടന്മാരും അല്ലെങ്കിൽ നടിമാരും അവരുടെ കാര്യം ഞാൻ കേട്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ അവർ 10 മണിക്ക് വരൂ, ഒരു 5 മണിക്ക് തിരിച്ചു, 5 മണിക്ക് പോകും. പിന്നെ ഈ പറഞ്ഞ ഒരു മൊത്തത്തിൽ ഹെവിനെസ് ആണല്ലോ എല്ലാ കാര്യങ്ങളിലും. അങ്ങനെയൊക്കെ തന്നെയാണ് അത് പ്രിയ സാറിന്റെ സെറ്റിൽ അങ്ങനെ അല്ലേ അവര്? പ്രിയൻ സാറിന്റെ സെറ്റില് അത് പ്രിയൻ സാറിന്റെ സെറ്റാണ്. അവിടെ ഇനി ഏത് ഭാഷയിലെ ആള് വന്നാലും അതാണ്. രാവിലെ 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിയാണ്, 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിയാണ്. 360 ചില്ലാനം സിനിമകൾ ചെയ്ത് ഇപ്പൊ 500 കോടി ഇത് നമ്മളെ എത്തിച്ച വളരെ ചെറിയൊരു നടൻ നമുക്കുണ്ടല്ലോ. അദ്ദേഹം അടക്കം രാവിലെ 6 മണി എന്ന് പറഞ്ഞാൽ 5:55 അവിടെ കാണും. അപ്പൊ അതെല്ലാവരും ഉണ്ടാവും. അങ്ങനെ ആവാതിരുന്ന വലിയ സൂപ്പർ സ്റ്റാറിനെ ഒറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം പോലെ അയാളെ
6 മണിക്ക് 5:15 അദ്ദേഹം സെറ്റിലെത്തിയ കഥ എനിക്കറിയാം. അല്ലേ? നമ്മൾ നേരിട്ട് കണ്ടോണ്ടിരുന്നുണ്ട്. അത് ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞാണോ? ഇല്ല, ചിരിച്ചോണ്ട് പറയും. അതാണല്ലോ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ്. ഞങ്ങൾ ആരും വന്നത് ഞങ്ങളുടെ മക്കളുടെ കല്യാണത്തിനല്ല, തന്റെ മകന്റെ കല്യാണത്തിനുമല്ല. നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ള സിനിമ ഷൂട്ടിങ്ങിനാണ്. താങ്കൾ ഇവിടെ വന്നാൽ നമുക്ക് ആ സമയത്ത് അത് ചെയ്തു പോവാം. 250-ഓളം പേര് ഇവിടെ വന്നിട്ടുള്ളത് താങ്കളെ പ്രതീക്ഷിച്ചാണ്. അപ്പൊ അതങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ബൈ, ഇന്നിപ്പം ഷൂട്ടില്ല, വേറെ സീൻ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വലിയൊരു സൂപ്പർ മെഗാ സൂപ്പർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്റ്റാറിനോട് പറയുമ്പോൾ സോറി പ്രിയൻ എന്ന് അയാള് കാരവാന്റെ വാക്കെന്ന് പറഞ്ഞപ്പം ആ സോറി ഒന്നും കേൾക്കാതെ തിരിഞ്ഞ് നടന്നു പോകുന്ന പ്രിയൻ സാറ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണല്ലോ ആദ്യം ചെല്ലുക. ഞങ്ങൾ രാവിലെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഊട്ടിയിലെ കൊടും കോച്ചുന്ന, അതായത് -2 വരെ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഞങ്ങൾ 2-3 മറ്റേ കോട്ട് എടുത്ത് ബ്ലേസേഴ്സ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാരവാൻ സഹിതം അവിടെ കിടപ്പുണ്ട്. 5:15 മൈ കോസ്റ്റ്യൂം എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ പുറത്തിറങ്ങി വന്നിരിക്കണേ കണ്ടു. അപ്പൊ അത് ഭയങ്കര രസമുള്ള അനുഭവമായിരുന്നു നമുക്ക്. അതിനുശേഷം എല്ലാ ദിവസവും അദ്ദേഹം വന്നുണ്ട്. അതിനുശേഷം എല്ലാ ദിവസവും അദ്ദേഹം കൃത്യമായിട്ട് സമയത്ത് വന്നു. എനിക്ക് ഹിന്ദി സിനിമയിലെ ഒരു മലയാള സിനിമാ സംവിധായകൻ ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും പിന്നെ എത്തിപ്പെട്ടിട്ട് അതിന് മുമ്പും ഉണ്ടായിട്ടില്ല അല്ലേ? ശരിക്കും ആ ലെവലില് ശ്രദ്ധിക്കപ്പെടുമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് സിദ്ദിഖിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈലും ഒക്കെ കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷെ പല പടങ്ങളും പിന്നീട് ഡിസ്കഷനൊക്കെ എന്തുകൊണ്ട് നടന്നില്ല എന്ന് എനിക്കറിയില്ല. അദ്ദേഹം സൽമാൻ ഖാനെ വെച്ച് ചെയ്ത സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. അപ്പൊ ഈ പ്രിയദർശനും KG ജോർജുമായിട്ട് ഈ സംവിധാന ശൈലി താരതമ്യപ്പെടുത്തിയാൽ എന്താണ് ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഈ എല്ലാവരും കണ്ടാൽ തന്നെ നമുക്ക് ബഹുമാനം തോന്നുന്ന രൂപമാണല്ലോ ജോർജ് സാറിന്റെ. ആ സെറ്റും ഈ തരത്തിലായിരുന്നോ? ശരിക്കും ജോർജ് സാറിന്റെ സിനിമാ സെറ്റിൽ ഞാൻ പോയി നിന്നു എന്ന് ഞാൻ പറയുന്നു. ആ നിന്നപ്പോ ഉള്ള എൻ്റെ ഒരു പ്രായവും എൻ്റെ ഒരു മെച്ചൂരിറ്റി ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള വകുപ്പില്ല. പക്ഷെ വ്യത്യാസം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്, ഞാൻ ചെല്ലുമ്പോൾ പ്രിയൻ സാറ് മലയാളത്തിൽ നിന്ന് മാറി ഹിന്ദിയിലേക്ക് പോവുകയും വലിയ പടങ്ങൾ ചെയ്യുന്ന, വലിയ ക്യാൻവാസിൽ സിനിമ ചെയ്യുന്ന ആളുമായിട്ട് മാറി. അവിടെയും ഞാൻ കണ്ട ഏറ്റവും വലിയ നമ്മളെപ്പോഴും പാഠമാക്കേണ്ടതെന്ന് പറയുമല്ലോ, അതാണല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ ആവുക, എപ്പോഴും ബജറ്റ് കൺസേൺസ് ഉണ്ടാവുക, പ്രൊഡ്യൂസറുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ സിനിമയുടെ റിക്വയർമെന്റും ഈ പ്രൊഡ്യൂസറോട് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടൊരു ടാലിയാവലൊക്കെ ഉണ്ട്. അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഞാൻ സാറിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഒത്തിരി, അത് ഇനി ഒരു ദിവസം നമുക്ക് വേറൊരു വലിയ 3-4 ദിവസം നമുക്ക് ഒരു യാത്ര പോയി പറയാം. ഒത്തിരി അനുഭവങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പ്രധാനമായിട്ടും പഠിച്ചത്. അതുകൊണ്ടാണ് പ്രിയദർശനെ പോലെ ഇവിടുന്ന് സൗത്തിൽ നിന്ന് ഒരാൾ പോവുകയും ഇത്രയും സക്സസ്ഫുൾ ആവുകയും ഇപ്പോഴും ഒരു 6-7 സിനിമകൾ അദ്ദേഹം ഹിന്ദിയിൽ സൈൻ ചെയ്തിട്ടിരിക്കുകയാണ്. ചെയ്യാൻ സമയമില്ല, സബ്ജക്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുക ഇപ്പോഴും. അതെ, അപ്പൊ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴും ഇവിടുന്ന് നമ്മുടെ മലയാളത്തിലെ ഷോ സ്ട്രിങ് ബജറ്റിൽ 18 ദിവസം കൊണ്ടും 25 ദിവസം കൊണ്ടും തേന്മാങ്കൻ കൊമ്പത്ത് എന്ന സിനിമ 7 അവാർഡുകൾ വാങ്ങിയ സിനിമ, ഇതിനു മുമ്പ് ബിജു കേട്ടിട്ടുണ്ടാവും. അത് 28 ദിവസം കൊണ്ട് ഒരു സീനുകൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. പിന്നെ ഒരു 7 ദിവസം കൊണ്ട് ആ സോങ് ഷൂട്ട് ചെയ്യണേ. 35 ദിവസം കൊണ്ട് തീർത്ത സിനിമയാണ് നമ്മൾ കാണുന്നത്, നമ്മൾ കണ്ട് കൈയടിക്കുന്നത്. മാലാമാൽ വീക്ക്ലി ലോട്ടറീസ് എന്ന സിനിമ ചെയ്യുന്നത് 2004-2005 ആ സിനിമയ്ക്ക് ഞാനും രാജേഷും ആയിരുന്നു പ്രധാന അസിസ്റ്റൻസ്. രവിയേട്ടനുണ്ടായിരുന്നു, നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, ഞങ്ങളൊക്കെ ആയിരുന്നു സിനിമയുടെ അസിസ്റ്റൻസ്. പിന്നെ നമ്മുടെ ജ്യോതികയുടെ അനുജൻ സൂരജ് സഡാന. സൂരജ് ഇപ്പോൾ ഹിന്ദിയിലെ പ്രൊഡ്യൂസറാണ്. നമ്മുടെ ജിത്തു ജോസഫിന്റെ ഒരു കാർത്തിയെ വെച്ചിട്ടൊരു സിനിമ ജിത്തു ചെയ്ത സിനിമ അത്ര വിജയമായില്ല. ആ സിനിമ പ്രൊഡ്യൂസറാണ് സൂരജ്. ഞങ്ങളൊക്കെ ആയിരുന്നു അസിസ്റ്റൻസ് ആ സിനിമയിൽ. അപ്പോൾ ആ സിനിമ ഞങ്ങൾ തീർത്തത് 37 ദിവസം കൊണ്ടാണ്. അതായത് അന്നും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, എത്രയോ കോടി രൂപയുടെ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സാറ് ആ സിനിമ തീർത്തത് 37 ദിവസം കൊണ്ടാണ്. അപ്പം ഈ ഒരു കൺസേൺ ആണ് ഞാൻ പ്രധാനമായിട്ടും പഠിച്ചത്. സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അത് മതി. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല പ്രധാനമാണ്. ഈ മാസ്റ്റർ ഷോട്ട് എടുക്കൽ എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ പോകുമ്പോൾ അതൊരു വർക്ക്ഷോപ്പായിട്ട് മാറും. അപ്പൊ അതിനൊക്കെ സാറിന്റെ ഒരു വേ ഓഫ് മേക്കിംഗ് ഉണ്ട്. അന്നത്തെ എല്ലാ സംവിധായകരും, വി സാറിനെ ആയാലും ജോഷി സാർ ആയാലും ആ കാലഘട്ടത്തിൽ സത്യന്ദഗഡ് സാർ ആയാലും കമൽ സാർ ആയാലും ഇവൻ ലാൽ ജോസ് സാർ വരെ ഉള്ളവരെ പറ്റി ഞാൻ പറയേണ്ടി വരും. അവര് വരെ ഇതിനെക്കുറിച്ചുള്ള കൺസേൺ ഉണ്ട്. ലാലുവിനെ വളരെ അടുത്തറിയാവുന്ന ആളല്ലേ, ഞാനും വളരെ അടുത്ത സുഹൃത്താണ് എനിക്ക്. ഞാൻ മദ്രാസ് പോകുമ്പോൾ ഏറ്റവും ആദ്യം എക്സൈറ്റ്മെന്റോടെ പരിചയപ്പെട്ട ആളാണ്. പിന്നെ പ്രിയൻ സാറും ശ്രീനി ചേട്ടനുമാണ് ലാൽ ജോസിനെ പരിചയപ്പെടുത്തുന്നത്. വളരെ ഊഷ്മളമായ ബന്ധമാണ്. ലാലുവും ആ സ്കൂളിന്റെ ആളാണ്. എന്താ കാരണം ഞാനടക്കമുള്ള ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്തും സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറി.
എത്ര റോൾ ഫിലിം എടുക്കും എന്നുള്ളത് ഒരു വലിയ ടെൻഷനാണ്. നമ്മൾ ആ സിനിമയിൽ നിന്ന് മൂവിയിൽ നിന്ന് മാറി എത്തുമ്പോൾ തന്നെ 11,500 11,500 റുപ്പീസാണ് ഒരു 500 AS ഫിലിം റോൾ. 400 അടി ഫിലിമിന് അത്രയും പൈസ ഉണ്ട്. ഇന്നിപ്പം ഹാർഡ് ഡിസ്കിന് ഒരു അല്ലെ എത്ര രൂപ 5,500 രൂപ അല്ലെ അത്രയും പൈസ 2 ഹാർഡ് ഡിസ്ക് വാങ്ങാം. അതിൽ നമുക്ക് മണിക്കൂറുകളോളം ഷൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് തീർച്ചയായും ഒരു എല്ലാ സൗകര്യങ്ങളും പ്രിവിലേജും നമ്മൾ ഉപയോഗിക്കണം. ആ സമയത്ത് തന്നെ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ട ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ആ ഒരു വേ ഓഫ് മേക്കിങ്ങിലും ആ വ്യത്യാസമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം. ജോർജ് സാർ പക്ഷെ അങ്ങനെയല്ല. ജോർജ് സാറിന്റെ സിനിമയുടെ കഥയുടെ തിരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് വ്യത്യാസപ്പെട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു നല്ല ബജറ്റിൽ ചെയ്തിട്ടുള്ള സിനിമ ആയിരിക്കാം. പഞ്ചവടി പാലം ഒക്കെ അന്നത്തെ കാലത്ത് ഏറ്റവും ഷൂസ്ട്രിങ്ങിൽ കണ്ടന്റിന് എന്ത് വേണം അത് മാത്രം കൃത്യമായി ഒരു ഞാനെപ്പോഴും പറയാറുള്ളത്, ഇപ്പം ഞാനിപ്പോൾ ഒരു നടനായിട്ടാണ് കൂടുതൽ അറിയപ്പെടുന്നതെങ്കിലും എനിക്ക് നടനായി ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരാളുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര കൃത്യമായി അത് എത്ര അളവിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉള്ള ഒരു ടീമിന്റെ കൂടെ നിന്നപ്പോൾ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലെൻസ് വരെ അറിയാലോ അല്ലേ? അറിയാം. ഞാൻ വെച്ചാൽ അറിയാം ലെൻസിന് വേണ്ടിയിട്ട് അഭിനയിക്കുന്നത് നമുക്കറിയാം. അപ്പൊ പെർഫോം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ പൊസിഷനൊക്കെ ഇനി ഏതെങ്കിലും കാരണത്തിൽ ഞാനൊക്കെ പുതിയ സംവിധായകരുടെ കൂടിയാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പം ഉറപ്പായും അവർക്കുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടായിരുന്നെങ്കിൽ കൂടിയും അവർക്കുള്ള അനുഭവമല്ല, എനിക്ക് ആ അനുഭവം കൂടുതലുണ്ട്. അവർക്കതിൽ വിശ്വാസമുണ്ട്. ഇയാൾക്ക് ഞങ്ങൾക്കുള്ളതിനേക്കാൾ സിനിമയിൽ കുറെ കാലമായിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് അറിയാം. ആ ഒരു അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിക്കും. അപ്പോൾ അതിനൊക്കെ അങ്ങനെയൊക്കെ സാധിക്കുന്നതിന് കാരണം ഈ ഷൂ സ്ട്രിങ്ങിൽ വളരെ കൺട്രോൾഡ് ഇത്ര കൃത്യമായ പരിപാടി ഇല്ലെങ്കിൽ നാളെ രാവിലെ ചെല്ലുമ്പോൾ എനിക്ക് ചോദ്യം ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു ആശങ്കയിലാണ് എന്നതിന് അത് കിടന്ന് ഉറങ്ങണം നമ്മൾ. അപ്പൊ ശരിക്കും മാനസ ഗുരു എന്ന് പറയുന്ന പ്രിയദർശനാണോ? അല്ല, എന്നെ സിനിമ എല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എബ്രിഡ് ഷൈൻ, ഇപ്പൊ ഞാൻ എബ്രിഡിന്റെ സിനിമ ഇന്നലെ ഡബ് ചെയ്തിട്ട് പോകുന്നേ ഉള്ളൂ. അദ്ദേഹം സിനിമ എടുക്കുന്നത് കണ്ടാൽ, ഇത് വെറുതെ പറയാലോ കേട്ടോ, അദ്ദേഹം സിനിമ എടുക്കുന്നത് കണ്ടാൽ ഇത്ര ഈസിയാണ് സിനിമ ഉണ്ടാക്കാൻ നമുക്ക് തോന്നും. പോത്തന്റെ കൂടെ മിനിഞ്ഞാന്നായിരുന്നു ഡബ് ചെയ്ത്, ഇന്നലെ ഞാൻ പോത്തന്റെ കൂടെയായിരുന്നു. പോത്തന്റെ 93 ദൃക്സാക്ഷിയുടെ ഷൂട്ടിംഗ് കണ്ടാൽ രാജീവിയെ ക്യാമറ ചെയ്തിട്ടില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു രാജീവ് ഞാനും കൂടെ തമ്മിൽ പഴയ കിടക്കണം. ഞങ്ങൾ ഫിലിം ഷൂട്ടിലേക്ക് എൻട്രൻസ് ഒന്നും ചെയ്യും. പക്ഷേ രാജീവ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധാനമായിരിക്കാം. അപ്പൊ ഇവരൊക്കെ ഫിലിം മേക്കിങ്ങിന്റെ പല പല രീതിയിലുള്ള മെത്തേഡുകൾ. അനുരാഗ് കശ്യപിന്റെ സ്കൂൾ എന്ന് പറയുന്നത് അന്നത്തെ അനുരാഗ് വന്ന സമയത്തെ ഫിലിം മേക്കിംഗ്, ആ സിനിമകൾ കണ്ടറിയാം. അത് വ്യത്യാസപ്പെടാൻ കാരണം രാജീവിനെ പോലൊരു സിനിമാറ്റോഗ്രാഫറിന്റെ കൂടെയുള്ള നമുക്കറിയാം. അപ്പം ഇതൊക്കെ പുതിയ പുതിയ പഠനങ്ങളാണ്. ഇപ്പൊ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സംജാദ്, നമ്മുടെ ഗോളം സിനിമ ചെയ്ത ആള്, അദ്ദേഹത്തിന് കൃത്യമളവാണ്. ഇത് മതി, എന്ത് വളരെ ക്ലിയർ ആണ്. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. മറിച്ച് മറ്റ് ചില സംവിധായകർ, ഇപ്പം നമ്മുടെ അരുൺ ബോസ്, ലൂക്ക ചെയ്ത സംവിധായകൻ, അല്ലെങ്കിൽ നമ്മുടെ ദിഞ്ജിത്ത് അയ്യത്താൻ, ദിഞ്ജിത്തൊക്കെ നമ്മളെ കൊണ്ട് എഴുതിയിട്ട് ചേട്ടാ ഇതാണ് പരിപാടി, ചേട്ടൻ എന്താണ് ചെയ്യുന്നത് കാണേണ്ടത് കൈകെട്ടി നോക്കിയിട്ട് പറയുന്ന ആളാണ്. ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസസ് ആണ്. പ്രിയൻ സാർ അങ്ങനെയല്ല. പ്രിയൻ സാർ ഷോട്ടുകൾ മാർക്ക് ചെയ്ത് ഒരു സീനിൽ 12 ഷോട്ട് ഉണ്ടെങ്കിൽ ഒന്നും ഫസ്റ്റ് ഷോട്ടും സെക്കൻഡ് ഷോട്ടും ക്ലോസപ്പ് ഒക്കെ ആണെങ്കിൽ സാർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിന്റെ NQ മാത്രം പിടിച്ചിട്ട് 3ാമത്തെ ഷോട്ട് മാത്രം എടുത്ത് 4ാമത്തെ ഷോട്ടിന്റെ ബിഗിനിങ് ക്യൂവിൽ നിർത്തിയാൽ മതി. നമ്മൾ അഭിനയിച്ച് പോകണ്ട, ഫിലിം ചെലവാകും എന്നുള്ളത് കൊണ്ടും അത്രയും കൃത്യമാണ്. അതായത് നമ്മൾ ആ ആക്ഷൻ എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഫ്രെയിം പഞ്ചിൻ ചെയ്ത് കട്ടിന് തൊട്ടുമുള്ള ഫ്രെയിം പഞ്ച് ഔട്ട് ചെയ്താൽ അതൊരു ഷോട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സോങ്ങുകൾക്ക് ഇത്രയും മനോഹാരിത. എല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് തരും. സാറിന് പ്രത്യേക പാറ്റേൺ ഉണ്ട്. മലയാളത്തിലെ മറ്റു പല ആൾക്കാരും ഒക്കെ ഇപ്പോഴെന്നല്ല, അങ്ങനെ അന്നത്തെ കാലത്ത് എല്ലാവരും അതുപോലെ മാർക്ക് ചെയ്താണ് എടുത്തത്. അപ്പം അത് എഡിറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ തന്നെ അതായത് എഡിറ്റിംഗ്, അതായത് സിങ്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എഡിറ്റിംഗ് കഴിഞ്ഞു, രണ്ടാമത് നമ്മൾ പണിയെടുത്തു. അപ്പൊ അങ്ങനെ 13 സിനിമകൾ അതിനോട് വർക്ക് ചെയ്തു. 13 സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അസിസ്റ്റന്റ് ആയിട്ടാണ് ഇറങ്ങി പോകുന്നത്. പക്ഷെ അതിനുശേഷം ഒരു സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ പിന്നെ കുറെ സമയം എടുത്തു. അതിനിടയ്ക്ക് ഒരു ആർട്ട് ഫിലിം കമ്പനി തുടങ്ങി. അപ്പൊ ആ ഗ്യാപ്പിൽ എന്താണ് മറ്റു സിനിമകളിലേക്കൊന്നും പോകാറുന്നത്? ഞാൻ ശരിക്കും സിനിമയെ സംവിധാനം ചെയ്യാന്ന് പറയുന്നത് അതൊരു മൊത്തത്തിൽ സിനിമ ഒരു നിസ്സാര പരിപാടിയല്ലല്ലോ. ഒന്നും നിസ്സാരമല്ല, സിനിമ ഒട്ടുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു പലപ്പോഴും ഞാൻ ഇവിടുന്ന് വിട്ട്, ഞാൻ മദ്രാസിലും ബോംബെയിലും സാറിൻ്റെ സെറ്റപ്പേ പറയാം. മലയാള സിനിമയുമായിട്ടൊരു അക്സസ്, നടന്മാരുമായിട്ടുള്ള അക്സസ് എനിക്ക് താരതമ്യേന വളരെ കുറവായിരുന്നു. അപ്പം അവരോട് സംസാരിക്കാനും എപ്പോഴും ഒരു സിനിമ സംഭവിക്കുന്നത്, അടുത്ത സിനിമ സംഭവിക്കുന്നത് ഈ സിനിമയുടെ സെറ്റിലാണ്. അതിലേറ്റവും
അതെ, എല്ലാ കാലത്തും ആ ശീലമാണ്. അപ്പോൾ അതിലെ അസോസിയേറ്റ്സും അസിസ്റ്റൻസും ഒക്കെ അതിൽ ഏതെങ്കിലും ഒരു നടന്മാർ വരുമ്പോൾ അവരോട് സംസാരിച്ച് ആ ഒരു സാധ്യത എനിക്ക് താരതമ്യേന കുറവായിരുന്നു. അല്ലെങ്കിൽ ഹിന്ദിയിൽ ഞാൻ മലയാളത്തിൽ പറയുന്നത് ഞാൻ ഹിന്ദിയിലെ നടന്മാരോട്, പക്ഷെ അന്നത്തെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഹിന്ദിയിൽ ഇന്നിപ്പോൾ ഹിന്ദിയിൽ സിനിമ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ബോർഡേഴ്സ് എല്ലാം മാറി, ലാംഗ്വേജ് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ബോർഡറുകളൊക്കെ മാറി. അവരൊക്കെ ഇവിടെ എക്സാക്ട്ലി, നന്നായി അത് പറഞ്ഞത്. അപ്പൊ വളരെ പോസിറ്റീവാണ് മലയാള സിനിമയുടെ അവസ്ഥ, വളരെ രസകരമാണ്. എന്നോടൊരു ആൾ പറഞ്ഞു, അപ്പൊ അത് ഹാവിങ് സെഡ് ദാറ്റ്, ഒരു മലയാള സിനിമ ഇപ്പൊ കാണുന്നത് 200ഓളം ഭാഷകളിലുള്ളവർ സബ് ടൈറ്റിൽ വായിച്ചിട്ടാണ്. അതാണ് പുതിയ മാർക്കറ്റ്. അപ്പോൾ ഇപ്പോൾ സബ് ടൈറ്റില് മറ്റു ഈ 200ഓളം ഭാഷകളിലേക്ക് സബ് ടൈറ്റിൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ട് ആ ഭാഷകളിലേക്ക് സബ് ടൈറ്റിലിംഗ് മാറിയിട്ട് ഡബിങ്ങിന് കൊടുത്തുകൊണ്ട് ഡബിങ് റൈറ്റ്സ് വാങ്ങുന്ന രീതിയിലേക്ക് പരിപാടി മാറി. ഇപ്പൊ ക്ലിപ്പ് റൈറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ സിനിമകളിലെ ഓരോ സീനുകൾ മാത്രം കട്ട് ചെയ്തിട്ട് ആ ഒരു കട്ടിന് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ കിട്ടും. അതെ, കട്ട്സ് മാത്രം കൊടുക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് വരാം. അതൊക്കെയാണ് മാർക്കറ്റിംഗ് സൈഡാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇല്ല. കാരണം എങ്ങനെയാണ് ഇവിടെ വന്നൊരാൾ പിച്ച് ചെയ്യണം, അങ്ങനത്തെ കുറെ കൺസേൺസ് എനിക്കുണ്ടായിരുന്നു. അല്ലല്ല, ഞാൻ ആ സമയത്ത് തന്നെ എറണാകുളത്ത് ഒരു പരസ്യ കമ്പനി തുടങ്ങി. 98 കൂട്ടായ്മ തുടങ്ങി. 2000 ഞങ്ങളത് കുറെ കൂടെ വലുതാക്കി പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി. ഇവിടുത്തെ ഏറ്റവും വലിയ ബ്രാൻഡുകൾക്കൊക്കെ ആ സമയത്ത് ഇവിടെ റിലീസിംഗ് സെന്ററുകൾ മാത്രമായിരുന്നു, അഡ്വർടൈസിംഗ് ഏജൻസികൾ. പക്ഷെ അത് മാറി പ്രൊഡക്ഷൻ ഹൗസുകളായിട്ട് മാറാൻ അങ്ങനെ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള ഇവിടെ ഏറ്റവും ആദ്യം തുടങ്ങുന്ന പ്രൊഡക്ഷൻ ഹൗസുകളാണ്. ഈ പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ള പ്രയോഗം പോലും ഒരുപക്ഷെ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്ന. അങ്ങനെ ഇവിടുത്തെ നല്ല ബ്രാൻഡുകൾക്ക് പലതിനും വേണ്ടി നമ്മൾ അങ്ങനെ ഓർത്തിരിക്കുന്ന 1-2 പരസ്യം പറയാമോ? ഞാൻ ചെയ്ത പരസ്യം കല്യാൺ സിൽക്സിന്റെ സ്റ്റോറി ഓഫ് സിൽക്ക്, പട്ടാഭിരാമന്റെ യാത്ര, രവിവർമ്മൻ ഷൂട്ട് ചെയ്ത അത് ഞാൻ ചെയ്ത പരസ്യമാണ്. പല സ്ഥലങ്ങളിൽ പോകുന്ന സ്റ്റോറി ഓഫ് സിൽക്ക്, ജസാൽമിയറിലൊക്കെ പോകുന്ന പരസ്യം. അതുപോലെ തന്നെ അന്നത്തെ സമയത്ത് ശ്രീശാന്ത് ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് ഈ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ SB ഗ്ലോബൽ പോലെ 2-3 ബ്രാൻഡുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ 2003-2004 സമയത്ത് ചെയ്തു. പിന്നെ മനോരമയുടെ സ്വർണ്ണ തമ്പോല, മഴവിൽ തമ്പോല, ആ പരസ്യങ്ങളൊക്കെ ചെയ്തത് ഞങ്ങളാണ്. PV പബ്ലിക് സ്കൂളിന്റെ പരസ്യം ചെയ്തത് ഞങ്ങളാണ്. മഹേശ്വരി ടെക്സ്റ്റൈൽസ് ആലപ്പുഴയിൽ, പിന്നെ പോപ്പുലർ കാൻഡിൽസ്. അന്നത്തെ കാലത്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ്. പിന്നെ ആ സമയത്തെ ജയലക്ഷ്മി പോലുള്ള ബ്രാൻഡുകൾ, ഷീമ ടീ പോലുള്ള ബ്രാൻഡുകൾക്കൊക്കെ നമ്മുടെ കൂട്ടായ്മകളാണ്. പിന്നെ വി സ്റ്റാർ പോലത്തെ ബ്രാൻഡുകൾ, അവരൊക്കെ വി സ്റ്റാറിന്റെ ചുരിദാസിന്റെ ഒക്കെ കൊമേഴ്ഷ്യൽ നമ്മൾ മദ്രാസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്ന് വർക്ക് ചെയ്ത ആളാണ് വിജയ്, AL വിജയ്. അദ്ദേഹം ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർട്ട് ഫിലിം മേക്കറാണ്. നമ്മുടെ ഞാൻ കുറച്ച് ദൈവത്തിരുമകളും മദ്രാസ പട്ടണമൊക്കെ ചെയ്ത വിജയ്. അപ്പൊ നമ്മൾ ആ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്നത്തെ ഇവിടുത്തെ എല്ലാ സീനിയർ ആയിട്ടുള്ള ഉൾക്ക, മുദ്ര, ബേസ് ലൈൻ, മൈത്രിയൊക്കെ പിന്നീടാണ്. അങ്ങനെയുള്ള പല ഏജൻസികളുമായിട്ടും അന്ന് തന്നെ നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നില്ല. അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് ഞാൻ പോരുന്ന സമയങ്ങളിൽ എനിക്ക് എറണാകുളത്ത് പിടിപ്പത് പണിയുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ചാനലുകൾ തുടങ്ങുന്നു. ഞാൻ 2000 തുടങ്ങുന്ന കൈരളി TV എന്ന ചാനലിൽ ഞാനും കൂടി ചേർന്നിട്ടാണ് ആ ചാനലിന്റെ തുടക്കത്തിലെ അശ്വമേധം, രാഗോത്സവം, ഗന്ധർവ സംഗീതം, ഗന്ധർവ സന്ധ്യയൊക്കെ എന്റെ പ്രോഗ്രാംസ് ആണ്. സ്വരലേഖയായിട്ട് ചേർന്ന് ഞാനാണ് ചെയ്തിട്ടുള്ള ഗന്ധർവ സംഗീതവും ഗന്ധർവ സന്ധ്യയും രാഗോത്സവവും. പിന്നെ ഹിഡൻ ക്യാമറ, ODN എന്ന പ്രോഗ്രാം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരാളോട് അസിസ്റ്റ് ചെയ്യുന്നതും നമ്മൾ തന്നെ ചില പരിപാടികൾ ചെയ്യുന്നതും പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് ചെയ്യായിരുന്നു. അതോ ഞാൻ അവരുടെ പ്രൊഡ്യൂസറായി തന്നെ ജോയിൻ ചെയ്ത് ചെയ്തത്. ആണോ? ഇതിനിടയ്ക്ക് തന്നെ. അതെ, അതിലും ജോർജ് സാറാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. KG ജോർജ് സാറാണ് ഇന്റർവ്യൂ ചെയ്തത്. പിന്നെ കണ്ടപ്പോൾ അതിനു മുമ്പ് ഞാൻ ചന്ദ്രലേഖയില് ആശുപത്രി സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് തോണ്ടിയിട്ട് ഞാൻ ഇവിടെ കൂടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ നോക്കും ജോർജ് സാറ്. അപ്പൊ എന്റെ ചായയൊക്കെ മാറി, പക്ഷെ സാറിനെ ഓർത്തിരിക്കണ്ടേ. അപ്പൊ ഇങ്ങനെ കാണിച്ചു, പ്രിയം പറഞ്ഞു സാർ ഓൾറെഡി എന്നെ കുറിച്ച് ജോർജ് സാറിനോട് പറഞ്ഞു, താൻ ഇവിടെ കൂടിയല്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈരളി പോയി, താൻ ഇവിടെയും വന്നോന്ന് ചോദിച്ചു. 2000-ലാണത്. അപ്പൊ അങ്ങനെ ഞാൻ സാറിനെ 2-3 വട്ടം കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ബഹ്റിനിലേക്ക് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്യും. അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊരു അനുഗ്രഹം പോലെ. പിന്നെ ഏഷ്യാനെറ്റ് തുടങ്ങുന്ന 92-ല് ശശികുമാർ സാറായിട്ട് നല്ല അടുപ്പായിരുന്നു. അപ്പൊ 94-ലൊക്കെ ശശികുമാർ സാർ എന്നെ അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കി. ഏട്ടനാണ് പറഞ്ഞത് വേണ്ട, അവൻ മദ്രാസിൽ പോകട്ടെ. അപ്പൊ അന്ന് ശശികുമാർ സാറിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ അന്ന് നമ്മൾ ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെ പ്രൊമോഷണൽ പരിപാടി ആയി പോകുന്നു തോന്നുന്നു. എന്നാലും ഞാൻ പറയാം, അന്ന് ഈ പ്രൈവറ്റ് ചാനൽ തുടങ്ങുന്നത് തന്നെ പണ്ഡിറ്റ്സ് കോളനിയിൽ ചാരുത എന്ന് പറയുന്ന വീടാണ്, 2 നില വീട്, 2500 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് ഏഷ്യാനെറ്റ് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് ചില ദിവസങ്ങളിൽ ഏട്ടൻ പറയും, ശ്യാമപ്രസാദ് സാറിന്റെ സ്റ്റുഡിയോ ഉണ്ട് പുറത്ത്, അതിന്റെ അടുത്തൊരു ഈ ഉന്തിക്കൊണ്ട് പോകുന്ന ചായക്കടയുണ്ട്, പഴംപൊരി വട കിടന്ന, അവിടെ പോയിട്ട് ചായയും പഴംപൊരിയും സമൂസയൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വരാടാ. ഞാനാണ് വന്ന് എൻ മോഹൻ സാറിനും P ഭാസ്കരൻ സാറിനും
നമ്മുടെ അജിത് ഭാസ്കരനും അവർക്കൊക്കെ ഐസക് തോമസ് കൊട്ടുപള്ളിക്കൊക്കെ ചായപഴമ്പരിയായിരുന്നു എന്റെ പണി. അപ്പൊ നമ്മളുടെ അങ്ങനെ ഒരു കാലം ഉണ്ടല്ലോ, വളരെ എളിയ രീതിയിൽ തുടങ്ങിയതാണല്ലോ ഈ പ്രസ്ഥാനങ്ങളെല്ലാം. അപ്പൊ ഞാൻ അപ്പം പോലെ ഇവരെയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ മാത്രമായിരുന്നില്ല മനസ്സിൽ, ഈ ദൃശ്യമാധ്യമം, വിഷ്വൽ മീഡിയ, പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. ഞാൻ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ മധുരൈ കാമരാജിന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എക്സാമിന്റെ സമയത്ത് എക്സാം മദ്രാസിലായിരുന്നു. നമ്മൾ മദ്രാസിലെ മറ്റേ വടപ്പള്ളിയിലുള്ള കോടമ്പാക്കത്തുള്ള ആ ക്യാമ്പസിലായിരുന്നു എൻ്റെ എക്സാം നടക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് ഞാൻ ശാസ്ത്രജ്ഞ സഭനി എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിന് മുരുകാലയിലേക്ക് പോകുമ്പോൾ ഞാൻ ഹാൾ ടിക്കറ്റ് എന്തെങ്കിലും എക്സാമിന് കയറിയില്ല, അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പോയി. അപ്പോ അന്ന് മുതൽ ഇതിങ്ങനെ ഫ്ലറിഷ് ചെയ്യാണല്ലോ. നമുക്ക് കിട്ടിയാലും ഏറ്റവും വലിയ പ്രിവിലേജ് അതാണ്. നമ്മള് പശുവിന്റെ പാലും കുടിച്ചിട്ടുണ്ട്, നമുക്കിപ്പം സ്വിഗ്ഗി കൊണ്ടുതരുന്ന പാലും നമ്മൾ കഴിക്കുന്നുണ്ട്. ആ മാനുവലിൽ നിന്ന് ഡിജിറ്റലിലേക്ക് നമ്മൾ മാറിയല്ലോ. അപ്പം ഈ സിനിമ മാത്രം എന്നുള്ളത് മാറിയിട്ട് പ്രൈവറ്റ് ചാനലുകൾ ഉണ്ടാവുന്നു, ഇന്ററാക്റ്റീവ് സീരീസ് ഉണ്ടാവുന്നു. ഈ കെമിസ്ട്രിയുടെ മറ്റു ക്ലാസ് നമ്മൾ അന്ന് സീരീസ് കൊടുത്തിരുന്നു. എന്റെ അടുത്ത സുഹൃത്താണ് സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പൊ ലേബറിന്റെ ഞങ്ങൾ ക്ലാസ് ബാച്ച്മേറ്റ്സ് ആണ്, കോളേജിൽ ഒരുമിച്ച് പഠിച്ചത്. ലിറ്ററേച്ചറും ഞാൻ കെമിസ്ട്രിയാണ്. അപ്പം സന്തോഷിന്റെ കൂടെയാണ് ആദ്യം അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു ഇടവും ഞാൻ വിട്ടിട്ടില്ല. എവിടെയാണ് നമുക്ക് ഈ നമുക്കുള്ള രത്നം വെച്ചിട്ടുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്, നല്ലപോലെ ഇന്ററാക്ട് ചെയ്യാറുണ്ട് സന്തോഷമായിട്ട്. അപ്പം സന്തോഷിനെ ഞാൻ നോക്കുമ്പോൾ സന്തോഷം സ്വന്തം ക്യാമറ വാങ്ങുന്നു, എഡിറ്റിംഗ് പഠിക്കുന്നു. വികാസവാണി സ്റ്റുഡിയോയിൽ നിന്ന് ക്യാമറ എടുക്കാൻ പോകുമ്പോൾ അവിടെ ഞാൻ കണ്ട ആളാണ് നമ്മുടെ സമീർ താഹിർ. സമീർ ക്യാമറ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതിങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതോറും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ആൾക്കാർ പലരും അവരൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ ഞാൻ അതുപോലെ പ്രത്യേകം സൂക്ഷിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളിയുമായിട്ടുള്ള അഭിമുഖം അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.